بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور الذي خلق 7 سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير ولقد زينا السماء الدنيا بمصابيح وجعلناها رجوما للشياطين وأعتدنا لهم عذاب السعير وللذين كفروا بربهم عذاب جهنم وبئس المصير صدق الله العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين يا سيدي جد لي فجودك منتظر للمرتجي لا سيما أهل الفقر ما لي سوى مدحي وحبي من ذخر فهما الذخيرة لي ونعم المدخر بهما رجائي أن عيني قد تقر إذ ما يقابل كل ساع بالأجر يا رب صل على النبي محمد منجي الخلائق من جهنم في غدي സർവാദരണീയരായ സയ്യിദ് അവർകളെ, ഉസ്താദുമാരെ, കാരണവന്മാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ തബാറക സൂറത്തിൻ്റെ മഹത്വവും അതിൻ്റെ തുടക്കത്തിലെ ഒരായത്തുമാണ് ചെറിയ രൂപത്തിൽ ഇന്നലെ നാം വിശദീകരിച്ചത്. എന്നും പതിവാക്കി ഓതൽ സുന്നത്തുള്ള സൂറത്തുകളിൽ വലിയ മഹത്വമുള്ള ഈ തബാറക സൂറത്തും അതുപോലെ തന്നെ സൂറത്തു സജ്ദയും സൂറത്തു തകാസുർ, സൂറത്തു സൽസല, സൂറത്തുൽ കാഫിറൂൻ, ഇങ്ങനെയുള്ള സുന്നത്തുകളൊക്കെ നമ്മൾ പാലിക്കുന്നതോടൊപ്പം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചതുപോലെ സൂറത്തുൽ ഇഖ്ലാസ് വലിയ മഹത്വമുള്ള സൂറത്താണ്. ഓരോ ദിവസവും 200 പ്രാവശ്യം ഓതൽ സുന്നത്തുണ്ട്. ആ സുന്നത്തുകളൊക്കെ ജീവിതത്തിൽ പാലിക്കുന്നത്
ഇരുലോകത്തും നമുക്ക് വലിയ വിജയം അതുകൊണ്ട് ലഭിക്കാനാണ്. അല്ലാഹുവിന്റെ വിശുദ്ധ കലാമായ ഖുർആനാണ് ഓരോ ദിവസവും വിശ്വാസി ഏറ്റവും കൂടുതൽ ഓതാൻ കടപ്പെട്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ അധികാരവും അതിന്റെ വ്യത്യസ്തതയും തബാറക സൂറത്തിന്റെ തുടക്കത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയ ശേഷം ആ അല്ലാഹുവിന്റെ അധികാരത്തിന്റെ കഴിവിന്റെ തെളിവ് നമുക്ക് മുന്നിൽ അല്ലാഹു ആദ്യമായി ഉണർത്തിത്തരുന്നത് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. അവനാണ് മൗത്തും ഹയാത്തും പടച്ചത്. മരണം അത് അല്ലാഹുവിന്റെ ഒരു സൃഷ്ടിയാണ്. അല്ലാഹുവിന്റെ സൃഷ്ടിയായതുകൊണ്ട് തന്നെ ആർക്കും അതിൽ വേറെ ഒരു പങ്കും ഇല്ല. ഒരാൾ മരിക്കണം എന്ന് നിശ്ചയിക്കുന്നതും തീരുമാനിക്കുന്നതും റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. ജനിക്കണമെന്നും ജീവിക്കണമെന്നും നിശ്ചയിക്കുന്നതും അവൻ തന്നെയാണ്. ഈ മൗത്തും ഹയാത്തും അല്ലാഹു സംവിധാനിച്ചതിന്റെ പിന്നിൽ നമുക്ക് നമ്മെക്കുറിച്ച് ബോധ്യപ്പെടുത്തി തരാൻ ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. നിങ്ങളെ കൂട്ടത്തിൽ എല്ലാവരും അനുഭവിക്കുന്നതാണ് മൗത്തും ഹയാത്തും. നേതാവിനും ഉണ്ട്, അതുപോലെ തന്നെ അനുയായിക്കുമുണ്ട്, സമ്പന്നനും പാമരനും വലിയ ബഹുമാനമുള്ളവനും ഇല്ലാത്തവനും തുടങ്ങി വൈദ്യനും രോഗിക്കും എല്ലാവർക്കും ഒരുപോലെ അനുഭവിക്കാനുള്ള ഒരു സംഗതിയാണ് മൗത്ത്. മൗത്ത് മുന്നിൽ വെച്ച് അല്ലാഹു തആല നമ്മോട് പറയുന്നു, നന്നായി പ്രവർത്തിക്കണം. കാരണം മരിക്കാനുള്ളവരാണ്. മരണത്തിന്റെ സമയത്തും മരണാനന്തര ജീവിതത്തിലും വിജയം ലഭിക്കണം. അതിനെങ്ങനെ പ്രവർത്തിക്കണം? അല്ലാഹു തആല നമ്മെക്കുറിച്ച് പരിശോധിക്കാൻ വെച്ച രൂപത്തിൽ പ്രവർത്തിക്കണം. ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. നിങ്ങളെ കൂട്ടത്തിൽ നന്നായി പ്രവർത്തിക്കുന്നവൻ, നല്ല രൂപത്തിൽ അമല് ചെയ്ത് അധ്വാനിക്കുന്നത് ആര് എന്ന് പരിശോധിക്കാൻ വേണ്ടി. പരിശോധിച്ചിട്ട് അല്ലാഹു തആലാക്ക് അറിയണമെന്നില്ല, നേരത്തെ അറിയാം. ആ പരിശോധനയിലൂടെ നമുക്ക് നമ്മെക്കുറിച്ചൊരു ബോധ്യപ്പെടുത്തി തരലുണ്ട്. അത് പരലോകത്താണ്. നമ്മൾ നന്നായി പ്രവർത്തിച്ചോ ഇല്ലേ എന്ന് നമ്മോട് തന്നെ അല്ലാഹു തആല നമ്മുടെ രേഖകൾ വെച്ച്, കർമ്മരേഖകൾ വെച്ച് നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നൊരു സന്ദർഭമുണ്ട്. നിഷേധിക്കാൻ കഴിയാത്ത സാക്ഷികളൊക്കെ അല്ലാഹു തആല വിസ്തരിച്ചുകൊണ്ട് ശരിയല്ലേ എന്ന് നമ്മോട് ചോദിക്കും. അപ്പൊ നമ്മുടെ കർമ്മ മേഖലയാണ് കാര്യമായ ഇവിടെ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. അഹ്സന അമൽ, നല്ല അമൽ ചെയ്തവരാണോ അവർക്ക് വിജയിക്കാൻ കഴിയും. മൗത്തും ഹയാത്തും സൃഷ്ടിച്ചത് ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. നിങ്ങളെ കൂട്ടത്തിൽ ആരാണ് ഏറ്റവും നല്ല രൂപത്തിലും ഭാവത്തിലും പ്രവർത്തിക്കുന്നത് എന്ന് പരിശോധിച്ച് നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടുത്തി തരാൻ. ആ പരിശോധനയിൽ വിജയിക്കുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല ആ കർമ്മത്തിന്റെ മഹത്വത്തിനനുസരിച്ച് വലിയ പ്രതിഫലം തരും. എല്ലാവരും ഒരേ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാവരുടേതും ഒരേ രൂപത്തിലല്ല ആയിത്തീരുന്നതും സ്വീകരിക്കുന്നതും. ഒരേ രൂപത്തിൽ കർമ്മം ചെയ്ത രണ്ടാളുകളുടെ ചരിത്രം അല്ലാഹു ഖുർആനിൽ പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യർക്ക് ആദ്യമായി അല്ലാഹു നൽകിയ വലിയൊരു ചരിത്രം പാഠം അതാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രണ്ട് മക്കൾ ഖാബീലും ഹാബീലും രണ്ടുപേരും ഒരു ഖുർബാൻ സമർപ്പിച്ച കഥ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഖുർബാൻ പുണ്യദാനം. രണ്ടുപേരും ദാനം തന്നെയാണ് ചെയ്തത്.
പക്ഷെ കൊണ്ടുപോയതിൽ അതിന്റെ മെറ്റീരിയൽസ് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഒന്ന് പച്ചക്കറിയാണ്, മറ്റൊന്ന് മാംസമാണ്. അതാകട്ടെ ഏതായാലും കുഴപ്പമില്ല. പക്ഷേ രണ്ടുപേരും ചെയ്യുന്നത് പുണ്യദാനമാണ്. ഒരാളിൽ നിന്ന് മാത്രം സ്വീകരിക്കപ്പെട്ടു, മറ്റേയാളിൽ നിന്ന് സ്വീകരിക്കപ്പെട്ടില്ല. ഇത് ഖറബ ഖുർബാനൻ ഫതുഖബ്ബില മിൻ അഹദിഹിമാ വലം യുതഖബ്ബൽ മിനൽ ആഖർ. മനുഷ്യർക്ക് പഠിപ്പിക്കാൻ വേണ്ടി അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു എന്നൊരു ചരിത്രമാണ്. രണ്ടുപേരും പുണ്യദാനം സമർപ്പിച്ചു, പക്ഷേ ഒരാളിൽ നിന്ന് സ്വീകരിക്കപ്പെട്ടു, മറ്റേയാളിൽ നിന്ന് സ്വീകരിക്കപ്പെട്ടില്ല. എന്താണ് അതിന് സ്വീകരിക്കപ്പെട്ട ആള് കാരണം പറഞ്ഞത്? എന്റേത് എന്തുകൊണ്ട് അള്ളാഹു സ്വീകരിച്ചില്ല, എങ്ങനെ സ്വീകരിച്ചു എന്ന് വെളിവായത്? രണ്ട് പുണ്യദാനം മരുഭൂമിയിൽ ഇങ്ങനെ വെച്ചു. നേർച്ചയാക്കിയ രണ്ട് വസ്തുക്കൾ സ്വീകരിച്ചു എന്നതിന്റെ അടയാളം മേൽഭാഗത്ത് നിന്ന് ഒരു തീക്കാറ്റ് പോലത്തെ ഒരു കാറ്റ് അടിച്ചു വീശി വന്ന് അത് നന്നായി നക്കി തുടച്ച് ഭക്ഷിച്ചു കൊണ്ടുപോകും. ആരുടേതാണോ കൊണ്ടുപോകുന്നത് അത് സ്വീകരിച്ചു എന്നർത്ഥം. പഴയകാലത്തൊക്കെ യുദ്ധാർജിത സ്വത്തുകളൊക്കെ അങ്ങനെയായിരുന്നു. ഗനീമത്ത് സ്വത്ത്, ഗനീമത്ത് സ്വത്ത് മുൻകാലത്തുള്ള ഒരൊറ്റ നബിക്കും നബിന്റെ ഉമ്മത്തിനും അള്ളാഹു ഹലാലാക്കിയിട്ടില്ല. അതാകെ അള്ളാഹു ഹലാലാക്കി കൊടുത്തത് ഈ ഉമ്മത്തിന് മാത്രമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന് അള്ളാഹു നൽകിയ ഒരു പ്രത്യേകതകളിൽ ഒരു പ്രത്യേകതയാണത്. ഉഹില്ലത് ലിയൽ ഗനായിം വലം തഹില്ല ലി അഹദിൻ ഖബ്ലി. തങ്ങൾ പറഞ്ഞു, എന്റെ മുമ്പ് ഒരു ഉമ്മത്തിനും ഒരു നബിക്കും അള്ളാഹു ഗനീമത്ത് സ്വത്ത് ഹലാലാക്കിയിട്ടില്ല. എനിക്കും എന്റെ ഉമ്മത്തിനും അത് അനുവദിക്കപ്പെട്ടു. മുമ്പൊക്കെ യുദ്ധം കഴിഞ്ഞാൽ കിട്ടിയ യുദ്ധാർജിത സ്വത്തൊക്കെ അങ്ങനെ കൂട്ടിവെക്കും. ആ കിട്ടിയ ഗനീമത്തൊക്കെ റെഡിയാണ്. ചെയ്ത യുദ്ധവും ശരിയാണെങ്കിൽ കാറ്റിങ്ങനെ മേൽഭാഗത്തു നിന്ന് വന്ന് അതങ്ങനെ കൊണ്ടുപോകും. അള്ളാഹു അങ്ങനെയാണ് ഒരു കാരണം വെച്ചിരിക്കുന്നത്. സ്വീകരിച്ചു എന്നതിന് അടയാളമാണ്. മുൻഗാമികൾപ്പെട്ട ഒരു നബി യുദ്ധം ചെയ്ത് ഗനീമത്ത് സ്വത്ത് കൊണ്ടുവന്നു. അതൊരു ഭാഗത്ത് കൂട്ടിയിട്ടു. കാറ്റ് വരുന്നു, സ്പർശിക്കുന്നു, തൊടാതെ തിരിച്ചു പോകുന്നു. കാറ്റ് വീണ്ടും വരുന്നു, ഇതിന്റെ അടുത്തെത്തുമ്പോ കാറ്റ് വീണ്ടും മടങ്ങിപ്പോകുന്നു. ആ സമയത്ത് ആ നബി ജനങ്ങളോട് പറഞ്ഞു, നിങ്ങളെ കൂട്ടത്തിൽ യുദ്ധാർജിത സ്വത്തിൽ നിന്ന് ആരോ കട്ടെടുത്ത് വെച്ചിട്ടുണ്ട്, അവിഹിത മുതൽ ആരോ കളവ് ചെയ്ത് കൈക്കലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കാറ്റ് വന്നിട്ട് ഇത് ഭക്ഷിച്ചു പോകാത്തത്. അപ്പൊ കുറെ ആളുകൾ കൊണ്ടുവന്നിടാൻ തുടങ്ങി. എല്ലാവരും കൊണ്ടുവന്നിട്ടപ്പോ വീണ്ടും കാറ്റ് വന്നു, മുഴുവനായി കൊണ്ടുപോയി. ആ ഒരു സ്വീകാര്യതയുടെ കുറവ് കൊണ്ട്, അവിഹിതം അവരെ കയ്യിലുള്ളത് കൊണ്ട് കാറ്റ് സ്വീകരിച്ചില്ല എന്നർത്ഥം. ഇതുപോലെ കാറ്റ് സ്വീകരിക്കുമായിരുന്നു ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രണ്ട് മക്കളുടെയും പുണ്യദാനം. ഖുർബാൻ എന്നാ രണ്ടിനും അള്ളാഹു പേര് പറഞ്ഞത്. ഒന്ന് ഖുർബാനും ഒന്ന് വേറൊന്നാണെന്ന് പറഞ്ഞില്ല. രണ്ടും ഖുർബാനാണ്, രണ്ടും പുണ്യദാനമാണ്. എന്തുകൊണ്ട് എന്റേത് സ്വീകരിച്ചില്ല, നിന്റേത് സ്വീകരിച്ചു? അതിന് ഹാബീൽ കൊടുത്ത മറുപടിയാണ്, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അള്ളാഹു സ്വീകരിക്കുന്നത് മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാണ്. വേറെ ആരിൽ നിന്നും സ്വീകരിക്കൂലേ? വേറെ ആരിൽ നിന്നും സ്വീകരിക്കൂലേ? ഒരു ദുരുദ്ദേശം, ഒരു ഉദ്ദേശത്തിന്റെ ശുദ്ധിയുടെ കുറവ് ഖാബീലിന്റെ മനസ്സിൽ വന്നു. അതുകൊണ്ട് തന്നെ ആ പുണ്യദാനം, ആ നേർച്ച അത് സ്വീകരിക്കപ്പെടാത്ത രൂപത്തിലായി. സഹോദരങ്ങളെ, ലക്ഷ്യം ഒന്ന് തെറ്റിയാൽ ചെയ്യുന്നത് എത്ര കഠിനാധ്വാനമുള്ള അമലാണെങ്കിലും റബ്ബ് സുബ്ഹാനഹു വ തആല അത് വേണ്ടാന്ന് വെക്കും. സ്വീകരണത്തിന്റെ ഭാഗത്ത് നിന്ന്, സ്വീകാര്യതയുടെ ഭാഗത്ത് നിന്ന് ഇതിനെ മാറ്റി നിർത്തും. അങ്ങനെയാണ് ഏത് കാര്യവും. യുദ്ധം ചെയ്യാൻ പോകുമ്പോ, ഗസ്വത്തിന് വേണ്ടി പോകുമ്പോ, യുദ്ധം എന്ന് മലയാളത്തിൽ അങ്ങനെ പ്രയോഗിക്കാം, ഒരു പ്രതിരോധം എന്ന് പറയാം. അതാണ് ഏറ്റവും സുഖം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെയും കൂട്ടി പോകുമ്പോ സ്വഹാബത്തിനോട് പറഞ്ഞു, നിങ്ങളെ കൂട്ടത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ശല്യം ചെയ്ത ആളുകൾ നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ കൂടെ വരരുത്. നമ്മൾ പോകുന്നത് ശത്രുക്കളോട് ചെറുത്തുനിൽപ്പിന് വേണ്ടിയാ പോകുന്നത്. ആ പോകുന്ന സമരമുഖത്ത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള സ്വീകാര്യതയും വിജയവും കിട്ടണമെങ്കിൽ നിങ്ങളെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാള് ആർക്കെങ്കിലും എന്തെങ്കിലും ദുൽമോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ വരാൻ പാടില്ല. ഒരു സ്വഹാബി വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, ഇന്നി ബുൽതു ഫീ ഹാഇതി ദാരി, എന്റെ അയൽവാസിയുടെ തോട്ടത്തിൽ ഞാനൊന്ന് മൂത്രമൊഴിച്ചു പോയി. ഒരാള് മൂത്രമൊഴിച്ചാൽ അത്ര ഉണ്ടാവോ? കാണുക മാത്രം. അത് കുറച്ചു കഴിഞ്ഞാൽ കാറ്റങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു വീശി അതിന്റെ വാസനയും പോകൂലേ?
നിരന്തരമായി മൂത്രമൊഴിക്കുന്നില്ല, ഒരാൾ ഒരിക്കൽ മൂത്രമൊഴിച്ചതാണ്. അയൽവാസിയുടെ തോട്ടത്തിൽ അങ്ങനെ മൂത്രമൊഴിച്ചു എന്ന് പറഞ്ഞപ്പോ തങ്ങൾ പറഞ്ഞു, ലാ തസ്ഹബിനൽ യൗം, ഇന്ന് നിങ്ങൾ കൂടെ വരാൻ പാടില്ല. മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ ജുമയും നമ്മുടെ ജമാഅത്തും ഫർള് കിഫയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹു സ്വീകരിക്കുന്നതിന് നല്ല നിശ്ചയദാർഢ്യം, നല്ല ഇഖ്ലാസ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. ഏറ്റവും പ്രധാനമായിട്ടതാണ്. ബാഹ്യ ചേഷ്ടകൾ, ബാഹ്യ ഭംഗികളെ കൊണ്ടല്ല അള്ളാഹു ഒന്നും സ്വീകരിക്കുന്നത്. ഒരാള് കൂട്ടത്തിൽ അങ്ങനെ ഉണ്ടായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ വരണ്ട. അങ്ങനല്ലേ മുൻകാലത്തൊക്കെ പഠിപ്പിക്കുന്ന ചരിത്രങ്ങളൊക്കെ. മൂസാ നബി അലൈഹിസ്സലാം എത്ര വലിയ നബിയാണ്. സമൂഹത്തെയും കൂട്ടി മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് എന്താണ് അല്ലാഹു തആല പറഞ്ഞത്? അത്രയും വലിയ മഹാനായ മൂസാ നബി അലൈഹി സ്വലാമിന്റെ ദുആ എന്തുകൊണ്ട് സ്വീകരിച്ചില്ല എന്നാ അല്ലാഹു പറഞ്ഞത്? നിങ്ങളെ കൂട്ടത്തിൽ ഒരാളുണ്ട്, ഇന്ന ഫീകും നമ്മാമൻ. കുറെ ആളൊന്നുമില്ല, ഒറ്റ ആള്. നിങ്ങളെ കൂട്ടത്തിൽ ഒരു നമ്മാമുണ്ട്, ഒരു ഫിത്നയും ഫസാദും പറഞ്ഞ് അങ്ങനെ നടക്കുന്ന ഒരാളുണ്ട്. അതാണ് പ്രശ്നം. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം അല്ലാഹുവിനോട് സംവദിച്ച നബിയല്ലേ? എല്ലാ നബിമാരും അള്ളാഹുവിനോട് സംവദിച്ചിട്ടുണ്ടോ? ഇല്ല. മുർസലുകളെ കൂട്ടത്തിൽ വെച്ച് തന്നെ ഗ്രേഡ് ഉള്ളവരാണ് അള്ളാഹുമായി സംവദിക്കാൻ ഭാഗ്യം കിട്ടിയ മഹാന്മാർ. അവര് ചെറിയ മഹത്തുള്ളവരാ. ആ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമാണ് ദ്വാർക്കുന്നത്. അണികളിൽപ്പെട്ട ഒരുപാട് മഹാന്മാർ ആമീൻ പറയുന്നു. ഒരൊറ്റ ആളെ വിഷയം കൊണ്ട് പ്രാർത്ഥന തടയപ്പെട്ടു പോയെങ്കിൽ സ്വീകാര്യതയുടെ വലുപ്പം ചെറിയ രൂപത്തിൽ മനസ്സിലാക്കിയാൽ പോരാ. ഒരു കുടുംബത്തിൽ താമസിക്കുന്ന അംഗങ്ങളിൽ എല്ലാവരും ഒരേ ഗ്രേഡിൽ താമസിക്കുന്ന ആളുകളാണെങ്കിൽ ഒരാളെ ദുആ തന്നെ മതി, ധാരാളമാണ്. ഒരു ഉപ്പാന്റെ ഒരു ഉമ്മാന്റെ ദുആ തന്നെ മതി. ഏതെങ്കിലും ഒന്ന് വളഞ്ഞിട്ടോ ഒടിഞ്ഞിട്ടോ ഉണ്ടെങ്കിൽ അവരും കൂടി ക്ലിയർ ആകണം. എന്നാലേ ആ ചോദ്യത്തിന് മതിയായ ഫലം കിട്ടൂ. നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമാണ്. വിശാലമായി ഞാനത് പറയുന്നില്ല, ആയത്തുകൾ കുറെ ഉള്ളത് കൊണ്ട്. എന്താ സ്വീകരിക്കാതിരുന്നത് എന്ന് ചോദിച്ചപ്പോ ഹാബീല് കാബീലിന് കൊടുത്ത മറുപടിയാണ്, നീ ഉണ്ടാക്കിയ നേർച്ച വസ്തുക്കൾ ശരിയാകാത്തത് കൊണ്ടല്ല, നേർച്ച റെഡിയാകാത്തത് കൊണ്ടല്ല, പക്ഷേ മുത്തഖീൻ എന്ന് പറയുന്ന ലിസ്റ്റിൽ നീ പെട്ടിട്ടില്ല. മുത്തഖീങ്ങളിൽ നിന്നേ അള്ളാഹു സ്വീകരിക്കൂ. എന്റേത് മാത്രം സ്വീകരിക്കാതെ നിന്റേത് മാത്രം സ്വീകരിച്ചു അല്ലേ, എന്നാ പിന്നെ നിന്നെ ഭൂമിയിൽ ബാക്കി വെക്കില്ല. കൊല്ലും എന്ന് പറഞ്ഞപ്പോഴും നല്ല തഖ്വയുള്ള ഹാബീലിന്റെ ഭാഗത്ത് നിന്ന് വന്ന മറുപടി, നീ എന്നെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചാലും കത്തിയുയർത്തിയാലും നിന്നെ കൊല്ലാൻ വേണ്ടി ഒരു ശ്രമം എന്റെ ഭാഗത്തു നിന്നുണ്ടാകൂല. ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ. കൊല്ലാൻ ഉപകരണങ്ങളില്ലാത്തതുകൊണ്ടല്ല, ഞാൻ പടച്ച റബ്ബിനെ, ലോകരക്ഷിതാവായ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നു. അതുകൊണ്ടാ, കൊല്ലാൻ കഴിയാത്തോണ്ടല്ല. അപ്പൊ ആ പടച്ചോനെ പേടിയുടെ കുറവ് കൊണ്ടാണ്, ഇഖ്ലാസിന്റെ നന്നേ അങ്ങേയറ്റത്തെ കുറവ് കൊണ്ടാണ് വൈരാഗ്യം മൂത്ത് കൽബ് ചീഞ്ഞ് നാറി ആ രൂപത്തിൽ ഒരു കൊലപാതകം ഉണ്ടായത്. മനുഷ്യ ചരിത്രത്തിൽ ആദ്യമായി ഉണ്ടായത്. ആദ്യമായി ചെയ്ത നേർച്ചയും അല്ലാഹു തആല സ്വീകരിക്കുന്നിടത്ത് തന്നെ മാറ്റങ്ങൾ കാണിച്ചു തന്നില്ലേ? അപ്പൊ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന, നിസ്കാരം, സുഹൃതങ്ങൾ ഒക്കെ സ്വീകരിക്കപ്പെടുന്ന രൂപത്തിലാകണം. ഇത് പരിശോധിക്കാൻ വേണ്ടിയാണ് മൗത്തും ഹയാത്തും അല്ലാഹു തആല പടച്ചത്. ചില വിഷയങ്ങളൊക്കെ മുന്നോട്ട് വെച്ചിട്ടില്ലെങ്കിൽ നമ്മൾ തന്നെ റുക്കൂയിലും സുജൂദിലും ഉണ്ടാകൂല. ഹദീസിൽ തന്നെ പറഞ്ഞല്ലോ, ലൗലാ സലാസുൻ മാ തുഅത ഇബ്നു ആദം റഅസഹു. 3 വിഷയങ്ങളില്ലെങ്കിൽ മനുഷ്യൻ തല കുനിക്കൂലായിരുന്നു. 3 വിഷയങ്ങൾ മുന്നോട്ട് വെച്ച് അള്ളാഹു നിർത്തിയത് കൊണ്ടാണ് മനുഷ്യൻ റുക്കൂവും സുജൂദും തന്നെ ചെയ്യുന്നത്. അല്ലെങ്കിൽ മനുഷ്യൻ ആരായിരിക്കും? മനുഷ്യൻ വലിയ അഹങ്കാരിയായിരിക്കും, വലിയ ധിക്കാരിയായിരിക്കും. എന്താ 3 എണ്ണം? 1 അൽ മറളു, രോഗം. രോഗം വന്നാൽ അതിന് കഴിയൂല, രോഗം വന്നാൽ അതിന് കഴിയൂല, ഇതിന് കഴിയൂല, മറ്റേതിന് കഴിയൂല. ഇപ്പോൾ തന്നെ അമൽ ചെയ്യാം, ഇപ്പോൾ തന്നെ അധ്വാനിക്കാം. മറ്റൊന്ന് വൽ ഫഖർ, ദാരിദ്ര്യം. ദാരിദ്ര്യമില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? എല്ലാ ആളുകളും ഒരേ നിലവാരത്തിലാണെങ്കിൽ സഹോദരങ്ങളെ, ഭൂമിയിൽ അക്രമവും അരാജകത്വവും എത്ര കണ്ട് കൂടുമെന്നറിയോ? കുറച്ചാളുകൾക്ക് തന്നെ അല്ലാഹു തആല കൊടുത്തിട്ട് ബാക്കിയുള്ളവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല.
എല്ലാവർക്കും ഒരേ അളവിലാണെങ്കിൽ എങ്ങനെ ഉണ്ടാകും? അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞില്ലേ, വലൗ ബസത്തല്ലാഹു റിസ്ഖ ലിഇബാദിഹി ലബഗൗ ഫിൽ അർദ് വലാകിൻ യുനസ്സിലു ബിഖദരി മാ യശാ. എല്ലാവർക്കും ഒരുപോലെ അല്ലാഹു തആല കൊടുത്തിരുന്നുവെങ്കിൽ ഭൂമിയിൽ എപ്പോഴും അക്രമമായിരിക്കും. കാരണം ഒരാൾക്ക് തോന്നും അയാൾ എന്റെ കീഴിൽ നിൽക്കണം, അയാൾക്ക് തോന്നും ഞാൻ എന്താ അയാളെ കീഴിൽ നിൽക്കാൻ, എനിക്കില്ല ജീവിക്കാൻ അത്യാവശ്യം, എനിക്കില്ല പവർ എടുക്കാൻ, എന്തിനാ അയാൾ പറഞ്ഞു കേൾക്കണം, തുടങ്ങിയാൽ മതിയല്ലോ അങ്ങനെ ബാക്കി. മൂന്നാമത്തെ ഒന്ന് മനുഷ്യന്റെ കൺമുന്നിൽ നിർത്തിയിട്ട് റുക്കൂഇനും സുജൂദിനും പ്രേരിപ്പിക്കുന്ന മൂന്നാമത്തെ കാര്യം അൽ മൗത്ത്, മരണം. ഇത് മൂന്നും മുന്നിൽ വെച്ചില്ലെങ്കിൽ മനുഷ്യൻ തല കുനിക്കൂലായിരുന്നു. ഈ മൂന്ന് സംഗതികളും ഇല്ലായിരുന്നെങ്കിൽ ഒരൊറ്റ ആള് റുക്കൂയിലേക്കും സുജൂദിലേക്കും പോകൂലായിരുന്നു. അതിലൊന്നാണ് ഇവിടെ നമ്മളെ അമൽ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. മൗത്തുണ്ട്, മരണം ഉണ്ട്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് തക്ലീഫിന്റെ ലോകമല്ല, പ്രവർത്തനത്തിന്റെ ലോകമല്ല. അതുകൊണ്ട് ഇപ്പോൾ തന്നെ അധ്വാനിക്കണം. മരണം വരാനുണ്ടെന്നൊരു ചിന്ത എപ്പോഴും വേണം. മരണത്തെയാണല്ലോ ഹയാത്തിനെക്കാളും മുന്തിച്ചു പറഞ്ഞത്. മരണത്തെയല്ലേ ആദ്യം പറഞ്ഞത്? ഖലഖൽ മൗത വൽ ഹയാത. മരണത്തെ മുന്തിച്ചു പറഞ്ഞത് ചെയ്യുന്ന അമലിന് കൂടുതൽ പ്രേരണ കിട്ടാനാണ്, നന്നായി നമ്മെ ആ ചെയ്യുന്ന അമലിലേക്ക് പ്രേരിപ്പിക്കാനാണ്. ഇരിക്കട്ടെ, അഹ്സനു അമല, അമല് നന്നാകണ്ടേ, നല്ല രൂപത്തിലാകണ്ടേ. അതിന് ഇമാം നസഫി റഹ്മത്തുള്ളാഹി അലൈഹി കൊടുത്ത തഫ്സീർ അഹ്സനു അമലൻ ഐ അഖ്ലസഹു വ അസ്വബഹു. ഇഖ്ലാസുള്ള അമല്, ശരിയായ നിലക്കുള്ള അമല് രണ്ടും വേണം. ശരിയായ നിലക്കല്ലെങ്കിലും ചെയ്യാൻ പറ്റും സഹോദരങ്ങളെ. ശരിയായ നിലക്കുള്ള അമല് എന്ന് പറഞ്ഞാൽ അയ്യകൂന അല സുന്ന, അത് ഒരു ചര്യയുടെ മാർഗത്തിലാകണം. ഉദാഹരണം ഞാൻ പറയാം. ഒരാൾ എങ്ങനെ വസ്ത്രം ധരിച്ചാലും ഒരുപക്ഷെ മറവ് കിട്ടും, അയാളെ ശരീരത്തെ മറക്കാൻ കഴിയും. പക്ഷേ വസ്ത്രധാരണത്തിന് ശൈലിയുണ്ട്. പുരുഷന്മാരുടെ വസ്ത്രധാരണത്തിന് ശൈലിയുണ്ട്. അത് ഞെരിയാണിക്ക് മുകളിൽ ഉയർന്നു നിൽക്കുന്നതാകണം. ആ വസ്ത്രം പാന്റാണെങ്കിലും ശരി, തുണിയാണെങ്കിലും കമീസാണെങ്കിലും ഏത് വസ്ത്രമാണെങ്കിലും സ്ത്രീയുടെ വസ്ത്രം അങ്ങനെയല്ല, നെരിയാണിയുടെ തായോട്ട് നിൽക്കണം. അവരുടെ കാലുകൾ അത് കാണിക്കപ്പെടേണ്ട ഒരു അവയവം അല്ല. അന്യപുരുഷന്മാരുടെ മുന്നിൽ കയ്യും മുഖവും അടക്കം മറക്കേണ്ടതാണ്. നിസ്കാരത്തിലല്ലേ കയ്യും മുഖവും ഒഴിവുള്ളൂ. വസ്ത്രധാരണ ശൈലിയിൽ തന്നെ മാറ്റമുണ്ട്. പുരുഷന്മാര് മാറുമറച്ചില്ലെങ്കിൽ, പുരുഷന്മാര് കഴുത്ത് മറച്ചില്ലെങ്കിൽ കുറ്റമൊന്നും രേഖപ്പെടുത്തപ്പെടൂല. അതേപോലെയാണോ സഹോദരിമാര്? ഒരു പുരുഷൻ തലമറക്കാതെ വന്നാൽ അവന് ഹറാമുണ്ടോ? ഇല്ലല്ലോ. സ്ത്രീ തലമറക്കാതെ തട്ടവും തോലിലിട്ട് നടന്നാലോ? രണ്ടുപേരുടെയും വസ്ത്രധാരണ ശൈലിക്ക് മാറ്റമുണ്ട്. പുരുഷൻ സ്ത്രീയുടെ വസ്ത്രം ധരിക്കാവതല്ല, സ്ത്രീ പുരുഷന്റെ വസ്ത്രവും ധരിക്കാവതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, പുരുഷന്റെ വസ്ത്രം ധരിക്കുന്ന സ്ത്രീയെയും സ്ത്രീയുടെ വസ്ത്രം ധരിക്കുന്ന പുരുഷനെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു. ഇന്ന് സഹോദരിമാരെ ടൈറ്റ് ഫിറ്റ് ധരിക്കാൻ, ഇന്ന് ചില വീടുകൾക്കൊക്കെ കുട്ടികൾ ഒരാൾക്ക് ഒരാണും പെണ്ണും ആണെങ്കിൽ ചിലരൊക്കെ പറയുന്നു ലാഭമാണ്, ഒരു ഡ്രസ്സ് വാങ്ങിയാൽ മതി. ആ പാന്റ് തന്നെ ആണിനും ആ പാന്റ് തന്നെ പെണ്ണിനും. കാരണം രണ്ടും ഒരേ രൂപത്തിലല്ലേ കാണുന്നത്. പുരുഷന്റെ അതേ വസ്ത്രം സ്ത്രീയും ധരിക്കുന്നു, സ്ത്രീയുടെ വസ്ത്രങ്ങൾ ചില ഭാഗത്ത് പുരുഷന്മാരും ധരിക്കുന്നു. രണ്ടും ബുദ്ധിമുട്ടാണ് സഹോദരങ്ങളെ. ഓരോരുത്തർക്കും വെവ്വേറെ അള്ളാഹു സംവിധാനിച്ചു തന്നിട്ടുണ്ട്. അതാണ് ശരിയായ മാർഗം. എങ്ങനെയാണോ ദീന് പഠിപ്പിച്ചത് വസ്ത്രം ധരിക്കാൻ, ആ വസ്ത്രമാണ് ധരിക്കേണ്ടത്. അതാണ് ശരിയായ മാർഗം. ഏത് വസ്ത്രം ധരിച്ചാലും മറവ് കിട്ടും. ഉമ്മമാര് നിസ്കരിക്കുന്ന നിസ്കാരക്കുപ്പായം അത് നമ്മൾ ധരിച്ചു വന്നാൽ മറവ് കിട്ടൂലേ? മറവ് കിട്ടും. പക്ഷേ ഉമ്മാന്റെ നിസ്കാരക്കുപ്പായം അത് വീട്ടിലെ പുരുഷന്മാർക്ക് ധരിക്കാൻ പാടില്ല. അത് സ്ത്രീകൾക്കുള്ള വസ്ത്രധാരണമാണ്. അവരാണത് ധരിക്കേണ്ടത്. മറവ് കിട്ടാൻ ഇതും മതിയല്ലോ എന്നൊരാൾ പറഞ്ഞാലോ, ആ ചെയ്യുന്ന പണി നല്ല പണിയായിട്ട് കൂട്ടൂല. എന്ന് മാത്രമല്ല, അത്
അതിന് കുറ്റകൃത്യമായിട്ട് രേഖപ്പെടുത്തപ്പെടുകയും ചെയ്യും. പെണ്ണ് ധരിക്കുന്ന തട്ടം, പെണ്ണ് ധരിക്കുന്ന തലയിൽ ധരിക്കുന്ന തട്ടം, ആ പെണ്ണ് പർദ്ദയോടൊപ്പം ധരിക്കുന്ന നിഖാബും അതുപോലെ തന്നെ തലയിലെ തട്ടവും മുഖമക്കനെയും പുരുഷൻ ധരിക്കാവോ? ധരിക്കാൻ പാടില്ല. ഉസ്താദേ, അതുകൊണ്ട് നല്ല മറവ് കിട്ടുന്നുണ്ടല്ലോ. തലമറച്ച സുന്നത്തിനത് പോരെ. പുരുഷന് ധരിക്കേണ്ട ഒരു വസ്ത്രമുണ്ട്, ആ വസ്ത്രമാണ് പുരുഷൻ ധരിക്കേണ്ടത്. അതുപോലെ തന്നെ എല്ലാവർക്കും ഒരേ വസ്ത്രമാണോ? അല്ല. ആലിമീങ്ങൾക്ക് ആലിമീങ്ങൾ ഒരു വേഷമുണ്ട്, അത് സാധാരണക്കാരാ വേഷം സ്വീകരിച്ചുകൂടാ. അതേ തലയെക്കെട്ടും അതേ രൂപത്തിലുള്ള തൊപ്പിയും ഖമീസും അതേ രൂപത്തിലുള്ള വസ്ത്രധാരണമില്ലേ, അത് പണ്ഡിതന്മാർക്കുള്ള വസ്ത്രധാരണം. അല്ലാത്തവർ സ്വീകരിക്കാവതല്ല. അല്ലാത്തവർക്ക് വെള്ളക്കുപ്പായം തന്നെ വേറൊരു മോഡലുണ്ട്, അവർക്ക് തൊപ്പിയും തലയെക്കെട്ടും തന്നെ വേറൊരു രൂപത്തിലുണ്ട്. ആ തലയെക്കെട്ടിന് അവരെ തലയെക്കെട്ടിന്റെ കൂലി കിട്ടും, ആ തൊപ്പിക്കോ തലമറച്ച കൂലിയും കിട്ടും, ആ ഡ്രസ്സിനോ ആ ഡ്രസ്സിന്റെ കൂലിയും കിട്ടും. ആലിമീങ്ങളെ വസ്ത്രം അല്ലാത്തവർ ധരിച്ചാലോ അതിന് സഹോദരങ്ങളെ അവർ ആലിമീങ്ങളായി തെറ്റിദ്ധരിക്കപ്പെടും. അപ്പൊ പലതും അവരോട് ചോദിക്കപ്പെടും, പല രൂപത്തിലും പല കാര്യങ്ങൾക്കും അവരെ മുന്തിക്കപ്പെടും. അത് ശറഇന്റെ അടിസ്ഥാനത്തിൽ ശരിയല്ല. അതേ ആലിമീങ്ങൾക്ക് പാമരന്മാരെ വസ്ത്രധാരണം പറ്റുമോ? അതും ശരിയല്ല. എന്തെങ്കിലും വീട്ടിലെ ചില കർമ്മങ്ങൾക്ക് വേണ്ടി, ശുചീകരണത്തിനോ മറ്റോ വേണ്ടി അവർ ടീഷർട്ടും ഒരു കള്ളിത്തുണിയും ധരിച്ചു എന്ന് കൂട്ടിക്കോളൂ. അതേ ടീഷർട്ടും കള്ളിത്തുണിയും ധരിച്ച് ജുമാക്ക് വരാൻ പറ്റൂല. മൊയിലേക്ക് വേറൊരു വസ്ത്രമുണ്ട്, ആ വസ്ത്രം ധരിച്ചേ വരാവൂ. രണ്ടും രണ്ട് ശൈലിയിൽ തന്നെയാണ് ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഒരേ രൂപത്തിലല്ല. നിങ്ങൾ നോക്ക് സഹോദരങ്ങളെ, ഒരു സ്ത്രീകൾക്ക് മാത്രം അനുവദിക്കപ്പെട്ട വിഷയമല്ലേ സ്വർണ്ണാഭരണങ്ങൾ ധരിക്കൽ? അത് സ്ത്രീകൾക്ക് മാത്രം അനുവദിക്കപ്പെട്ടതാണ്. ഒരു പുരുഷൻ തീരുമാനിക്കുന്നു, എന്റെ ഭാര്യയ്ക്ക് എന്തെല്ലാം സ്വർണ്ണാഭരണമുണ്ട്, കഴുത്തിലുണ്ട്, കാലിലുണ്ട്, അരയിലുണ്ട്, കാതിലുണ്ട്, പല രൂപത്തിലും കൈകളുണ്ട്, വളകൾ തന്നെ 10 എണ്ണമുണ്ട്, 10 സ്വർണ്ണവളയാണ്. ഒരു സ്വർണ്ണവളയെങ്കിലും ഞാൻ ധരിക്കട്ടെ, ഒരു വെള്ളിയുടെ വളയെങ്കിലും ഞാൻ ധരിക്കട്ടെ. വള ധരിക്കുന്നത് പുരുഷന്റെ ശൈലിയല്ല, അത് സ്ത്രീയുടെ ശൈലിയാണ്. പുരുഷന്മാര് ധരിക്കേണ്ടതുണ്ട്. ആഭരണമായിട്ട് ധരിക്കണമോ? മോതിരം ധരിച്ചോ, അത് തന്നെ വെള്ളിയുടെ മോതിരം. വെള്ളിയുടെ മോതിരം സ്വർണത്തിന്റെ മോതിരം പറ്റൂല. ഉസ്താദേ, എന്റെ ഭാര്യയ്ക്ക് എത്ര സ്വർണ്ണ മോതിരണ്ട്, ഒന്ന് ഞാൻ ഇട്ടുകൂടെ? ഒന്നും ഇട്ടുകൂടാ, ഹറാമാണ്. നിനക്ക് ധരിക്കണമെങ്കിൽ വെള്ളി മോതിരം ധരിക്കാം. സ്ത്രീകള് അണിയുന്നത് പോലെ വള ധരിക്കുന്നത്, കയ്യിലും കാലിലും വള ധരിക്കുന്നത്, അത് സ്ത്രീകൾക്കുള്ള ആഭരണമാണ്. പുരുഷന്മാരത് സ്വീകരിക്കരുത്. പുരുഷന്മാർക്ക് അങ്ങനെ ആഭരണം ധരിപ്പിക്കപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്, അത് സ്വർഗലോകമാണ്. യുഹല്ലൗന ഫീഹാ മിൻ അസാവിറ മിൻ ദഹബിൻ വലുഉല്. നല്ല മുത്തിന്റെയും സ്വർണത്തിന്റെയും വളകൾ അവിടെ ധരിപ്പിക്കപ്പെടും. അവിടെ പുരുഷന്മാർക്കും നല്ല വളകൾ കിട്ടും. ഇവിടെ അത് ധരിക്കാവതല്ല. അപ്പൊ എങ്ങനെയാണോ സുന്നത്ത് വന്നിരിക്കുന്നത്, ആ സുന്നത്തിന്റെ ശൈലിയിലാണ് കർമ്മങ്ങൾ സ്വീകരിക്കേണ്ടത്. ഉദാഹരണമായി ഞാൻ ഒന്നുകൂടി പറയട്ടെ, പറഞ്ഞതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് സുന്നത്തായ സ്വഭാവം ഇല്ലേ? സുന്നത്തായ സ്വഭാവം തന്നെ സ്വീകരിക്കണം. എങ്ങനെ കഴിച്ചാലും ഭക്ഷണമാകൂലേ എന്ന് ചിലർ ചിന്തിക്കും. അത് ശരിയാണ്, എങ്ങനെ കഴിച്ചാലും ഭക്ഷണമാകും. കൈകൊണ്ട് കഴിക്കാൻ കഴിയുന്ന ഭക്ഷണങ്ങൾ അത് കൈകൊണ്ട് തന്നെ കഴിക്കലാണ് സുന്നത്ത്, ഭക്ഷിക്കലാണ് സുന്നത്ത്. അതേ സമയത്ത് കൈയിനൊരു തകരാറും ഇല്ല, കൈകൊണ്ട് എടുത്ത് കഴിക്കാൻ പറ്റും. പിന്നെയും അതാ ഉപകരണങ്ങൾ പിടിച്ച് വലത്തെ കൈകൊണ്ടും ഒന്ന് കൊത്തിയെടുക്കുന്നു, ഇടത്തെ കൈകൊണ്ടും കൊത്തിയെടുക്കുന്നു. കണ്ടില്ല ചില ഭക്ഷണങ്ങളൊക്കെ രണ്ട് കൈയിലും 2 ഉളി തന്നിരിക്കുകയാണ്. ഉളി പോലത്തെ 2 ഉപകരണം അല്ലേ? നല്ല 3 കൂർപ്പുള്ള പിന്നെ ചെറിയ കയ്യിൽ കണ്ടില്ലേ മോനെ, അത് വലത്തെ കയ്യിലും ഇടത്തെ കയ്യിലും. ഈ കൈ കൊണ്ട് തോണ്ടിയെടുക്കുന്നു, JCB മോഡൽ, ഈ കൈ കൊണ്ട് തോണ്ടിയെടുക്കുന്നു. അപ്പൊ 2 കൈ കൊണ്ടാ ഭക്ഷിക്കുന്നത്, ഒരു കൈ കൊണ്ട് മാത്രമല്ല. ഭക്ഷിക്കേണ്ടതും വലത്തെ കൈ കൊണ്ട്, കുടിക്കേണ്ടതും വലത്തെ കൈ കൊണ്ടാണ്. പക്ഷെ ആളുകളെ ശൈലി നോക്ക് നിങ്ങൾ. അസറിനൊരു ചായയും കടിയും കിട്ടിയാൽ ഇടത്തെ കയ്യിൽ കടി, വലത്തെ കയ്യിൽ ചായ. അത് പറ്റൂല. 2 വലത്തെ കൈ കൊണ്ട് തന്നെയാണ്. ഇടത്തെ കൈ അത് ഭക്ഷണം കഴിക്കാനുള്ളതല്ല, ആണോ? ഇടത്തെ കൈ വെള്ളം കുടിക്കാനുള്ളതല്ല, ഇടത്തെ കൈ മൂക്ക് പിഴിയാനുള്ളതാണ്.
മൂക്ക് പിഴിയ, മൂക്കിലെ അസ്പൃശ്യതകളൊക്കെ നീക്കുക. അതുപോലെ തന്നെ തലയിൽ എവിടെയെങ്കിലും ചൊറിയുന്നുണ്ടെങ്കിൽ പേനൊക്കെ എടുക്കുക, എനിക്ക് ഇടത്തെ കൈ. കക്ഷത്തിലെ രോമങ്ങൾ പറിക്കുക, മൂക്കിലെ രോമങ്ങൾ, ഇതൊക്കെ സുന്നത്താണ്. മൂക്കിലെ രോമങ്ങൾ പറിക്കുക, അസ്പൃശ്യതകൾ നീക്കുക, അതിനൊക്കെ ഉള്ളതല്ലേ ഇടത്തെ കൈ. ഒരാള് ഒരു മുസാഫത്ത് ചെയ്യുമ്പോ ഇടത്തെ കൈ കൊടുത്താൽ തന്നെ ഇവനൊരു വിവരമില്ല എന്നല്ലേ പറയാം. വലത്തെ കൈയല്ലേ ഇതിന് കൊടുക്കൽ. രണ്ടു മാറ്റണ്ടല്ലോ. കുടിക്കാനും ഭക്ഷിക്കാനും രണ്ടിനും വലത്തെ കൈയാണ്. അപ്പൊ വലത്തെ കൈ കൊണ്ട് കുടിക്കുന്നു, ഇടത്തെ കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നു, അത് ശരിയല്ല. വലത്തെ കൈ കൊണ്ട് ചായ കുടിച്ച് ആ ചായ അവിടെ വെച്ച് പിന്നെയും വലത്തെ കൈ കൊണ്ട് കടിയെടുത്ത് കഴിച്ചിട്ട് പിന്നെ ആ കടിയോടെ വെക്കുക, പിന്നെ ചായ എടുക്കുക. കടിക്കാൽ ഇടത്തെ കൈ ഉണ്ടാകരുത്. കാല് കൈകാനുള്ള കൈയാണ് ഇടത്തെ കൈ. വലത്തെ കൈ കൊണ്ട് കാല് കൈകരുത്, ഇടത്തെ കൈ കൊണ്ടാണ് കാല് കൈകേണ്ടത്. കാല് തേച്ച് കൈകൾ സുന്നത്തുണ്ട്, കൈയുണ്ട്, അത് ഇടത്തെ കൈ കൊണ്ടാണ്, വലത്തെ കൈ കൊണ്ടല്ല. പക്ഷെ പലതിനും നമുക്ക് ഷൂട്ടബിൾ ആയി കിട്ടുന്നത് വലത്തെ കൈ. അതുകൊണ്ടാണ് ചില ആൾക്കാരൊക്കെ വലത്തെ കൊണ്ട് നീങ്ങുന്നത്. മൂക്ക് ഉസ്താദെ, മൂക്ക് പിഴിയുന്നത് ഇടത്തെ കൈ കൊണ്ടാണ് സുന്നത്ത് എന്ന് പറഞ്ഞാലും നല്ലോണം അങ്ങോട്ട് പിഴിഞ്ഞു വരാൻ നല്ലത് വലത്തെ കൈയാണ്. അത് പറ്റൂല. നമുക്ക് അങ്ങനെയാണ് ഷൂട്ടബിൾ നോക്കിയിട്ടല്ല, എങ്ങനെയാണോ സുന്നത്ത് വന്നത് അങ്ങനെ നോക്കിയിട്ടാ കാര്യം ചെയ്യേണ്ടത്. അതാണ് സ്വീകരിക്കേണ്ട മാർഗം. നഖം എങ്ങനെ മുറിച്ചാലും മുറിയും. പക്ഷെ നഖം മുറിക്കേണ്ടതിന് ഒരു ശൈലിയില്ലേ, ഒരു രൂപമില്ലേ? ഉണ്ട്. ദിവസമില്ലേ? ദിവസമുണ്ട്. ഒന്നുകിൽ തിങ്കളാഴ്ച ദിവസം. ഏതാ ദിവസം? തിങ്കളാഴ്ച അല്ലേ? കഴിഞ്ഞു, ദിവസം കഴിഞ്ഞു. ഇത് നാളത്തെ രാത്രിയല്ലേ? തിങ്കളാഴ്ച, അല്ലെങ്കിൽ വ്യാഴാഴ്ച, അല്ലെങ്കിൽ വെള്ളിയാഴ്ച. ആ 3 ദിവസം നോക്കുക നഖം മുറിക്കാൻ. മുറിക്കുന്നതിന് മുമ്പ് 2 കൈകളും കഴുകണം. നഖങ്ങളൊക്കെ കഴുകണം, സുന്നത്തുണ്ട്. സുന്നത്ത് നല്ലോണം നിയ്യത്ത് ചെയ്തുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ ഈ അത്തഹിയാത്തിൽ ഉയർത്തുന്ന വലത്തെ കൈയിന്റെ വിരല് ആദ്യം അതിന്റെ നഖാണ് മുറിക്കേണ്ടത്. മുസബ്ബിഹ വിരല്, അതാണ് ആദ്യം തുടക്കം വലത്തെ കൈയിന്റെ. പിന്നെ അങ്ങനെ ചെറുവിരൽ വരെ മുറിച്ച് പിന്നെ അതിന്റെ തള്ളവിരല്. ഒരാൾ ആദ്യം ചെറുവിരലിൽ നിന്ന് തുടങ്ങി നഖം മുറിയില്ലേ? നഖം മുറിയും, പക്ഷേ അത് സുന്നത്തിനെതിരാണ്. കാലിൽ ഒരാൾ ആദ്യം തന്നെ തുടങ്ങി തള്ളവിരൽ, വലിയ വിരൽ നോക്കിയിട്ട് തള്ളവിരലോട് തുടങ്ങി, സുന്നത്തിനെതിരാണ്. സുന്നത്ത് ചെറുവിരൽ കൊണ്ട് തുടങ്ങണം. വലത്തെ കാലിന്റെ ചെറുവിരൽ കൊണ്ട് നേരെ തുടങ്ങി ഇടത്തെ കാലിന്റെ ചെറുവിരൽ വരെ. ഏതെങ്കിലും ഒരു കൈയിന്റെ ഒരു വിരലിന്റെ നഖം മുറിക്കാതിരിക്കുന്നത് ഇത് പാടില്ല. എല്ലാ കൈയിന്റെ എല്ലാ വിരലിന്റെ നഖങ്ങളും മുറിക്കണം. ഉസ്താദെ, ഒന്ന് അടയാളം വെക്കാൻ വേണ്ടി അങ്ങനെ ഒന്നില്ല. എല്ലാ വിരലുകളും ഒരുപോലെ മുറിക്കണം. എല്ലാ മുടിയും ഒരുപോലെ മുറിക്കേണ്ട പോലെ തന്നെ ചില മുടി മാത്രം ഇങ്ങനെ ഒരു പുട്ട് പോലെ, ചില മുടി മാത്രം ഇങ്ങനെ നിർത്തിയിട്ട്, ചില മുടി മാത്രം ഇങ്ങനെ വളർത്തിയിട്ട്, ഒരു തൊപ്പിക്ക് കറക്റ്റ് ആയിട്ട് മുടി ഇങ്ങനെ വെട്ടി റെഡിയാക്കിയിട്ട് തൊപ്പിന്റെ ഉള്ളിൽ ഒരു പുട്ട് എന്ന് പറഞ്ഞാറില്ല മോനെ? രാവിലെയൊക്കെ ഭക്ഷണം കഴിക്കണ്ടാവും പുട്ട് പറഞ്ഞ സാധനം. ഇവിടെ പുട്ട് എന്നല്ലോ പറയാ, ഇവിടെ മാറ്റണ്ടാവും. ആ പുട്ട്, അത് തൊപ്പിന്റെ പുട്ടാകരുത് ഈ മുടി ഒന്നായിട്ട്. പുറത്തു നിന്ന് കണ്ടുനോക്കുമ്പോ എന്ത് ഇഖ്ലാസ് ഉള്ള മോനിലെ ഒരു സംഭാവന കൊടുത്താലും തോന്നുക. കാരണം ആ തൊപ്പിന്റെ കറക്റ്റ് ആയിട്ടല്ല മുടി വെച്ചു. അപ്പോഴാണ് തൊപ്പി തലേന്ന് തെറിച്ചു പോയപ്പോ തൊപ്പിന്റെ ഉള്ളിലൊരു പുട്ട്, വലിയ പുട്ട്. കുട്ടികളൊക്കെ പണ്ട് ചിരട്ടന്റെ പുട്ട്, അതുപോലത്തെ ഒരു പുട്ട് തൊപ്പിന്റെ ഉള്ളിൽ. മുടി സമമായി മുറിക്കണം. അങ്ങനെയാണ് അതിന്റെ സുന്നത്ത്. പകുതി ഭാഗം മാത്രം വടിച്ചു കളഞ്ഞ ഒരു കുട്ടിയെ കണ്ടപ്പോ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആ കുട്ടിയെ വിലക്കി, മോനെ ഇങ്ങനെ ചെയ്യരുത്. ഒന്നുകിൽ മുടി നീ മുഴുവനായും കളയണം, അല്ലെങ്കിൽ എല്ലാ ഭാഗവും ഒരുപോലെ മുറിക്കണം. മുറിക്കുന്ന ആൾക്കാരോട് പറഞ്ഞു. ചില ആൾക്കാരൊക്കെ മുടി മുറിക്കുമ്പോ അവർക്ക് അങ്ങനെ ശീലായി പോയിട്ടുണ്ട്. എന്ത്, മുൻഭാഗത്ത് കുറച്ച് മുടി ഇങ്ങനെ ഒരു അമ്പ് മോഡലിൽ കുറച്ച് അവിടെ വെച്ച് അങ്ങനെ ശീലായിട്ടുണ്ട്. അപ്പൊ അവരോട് പറയണം, മുന്നിലും ബാക്കിലും ഒരുപോലെ മുറിക്കണം, എല്ലാ ഭാഗത്തും. നെറ്റി അത് വെളിവായി നിൽക്കേണ്ട ഒന്നാണ്. നെറ്റി മുടി കൊണ്ട് മറയാൻ പാടില്ല. മാത്രല്ല സഹോദരങ്ങളെ, നെറ്റിയുടെ ഇപ്പുറത്തേക്ക് താഴ്ന്ന രൂപത്തിൽ മുടി ഇങ്ങനെ മേലോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ, മേലോട്ട് ഇങ്ങനെ വാർന്നു വെച്ച മുടിയാണ്, ആ മുടി ഇങ്ങനെ കറക്റ്റ് ഇങ്ങോട്ട് തൂക്കി നോക്കുമ്പോ നെറ്റിന്റെ ഈ തലയുടെ അതിർത്തിയിൽ നിന്ന് ഇപ്പുറത്തേക്ക് പോരുന്ന മുടിയാണ്. ആ മുടിയാണ് ഉളൂയിൽ ഒരാൾ ഇങ്ങനെ തൊട്ടി തടവിയതെങ്കിൽ അതും പ്രശ്ന. തലന്റെ അതിർത്തിയിൽ നിന്ന് പുറത്തുപോയ മുടി തടവിയാൽ പോരാ, ഉളൂയില് തടവൽ ശരിയാകാം. തലന്റെ അതിർത്തി നിന്നൊക്കെ പുറപ്പെട്ടു പോയ മുടിയാണ്. മുടി തലന്റെ അതിർത്തിയുടെ ഉള്ളിൽ പാകപ്പെട്ടതാകണം.
അപ്പൊ ആ പാകത്തിൽ തന്നെയാണ് മുടി മുറിക്കേണ്ടത്. ചെവിക്കുറ്റിയുടെ ഭാഗവും പെരടിയുടെ ഭാഗവും ഒക്കെ വളരെ കറക്റ്റ് ആക്കിക്കൊണ്ട് മുടി മുറിക്കണം. അങ്ങനെയാണ് അതിന്റെ സുന്നത്ത്. നഖം മുറിക്കേണ്ടത് അതേ ശൈലിയിലാണ്. ഭക്ഷണം കഴിക്കുന്നത് എപ്പോഴും ഒരേ നടുഭാഗത്തിന്റെ ഭാഗം ബാക്കിയാക്കിയിട്ട് വലത്തെ ഭാഗത്തുനിന്നും ഇടത്തെ ഭാഗത്തുനിന്നും വലത്തെ ഭാഗത്തുനിന്നും ഇടത്തെ ഭാഗത്തുനിന്നും ഇങ്ങനെ എടുത്ത് നടുവിലെ ഭാഗം അവസാനം കഴിക്കുക. അങ്ങനെയാണ് കഴിച്ചിട്ട് അവസാനം ഒരു കഷ്ണം ഇറച്ചി കഷ്ണമോ മറ്റോ ഒന്ന് അവസാനം ഒന്ന് വറക്കത്തി. അങ്ങനെ ഇറച്ചിയും മീനും കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നടുവിലെ ഭാഗം ഒന്നാകെ കുഴക്കരുത്. ചിലതങ്ങനെ അവർ ചോറ് വയ്ക്കുന്നത് കാണുമ്പോ തന്നെ ഒരു ഇടങ്ങേറ് തോന്നും. കറി അങ്ങോട്ട് വെച്ചിട്ട് ഒന്നാകെ അങ്ങനെ കുഴച്ച് റെഡിയാക്കിയിട്ട് അങ്ങനെ കുഴക്കരുത്. വലത്തെ ഭാഗത്തുനിന്ന് എടുക്കുക, ഇടത്തെ ഭാഗത്തുനിന്ന് പിന്നെയും വലത്തെ ഭാഗത്തുനിന്ന് പിന്നെയും ഇടത്തെ ഭാഗത്ത്. അപ്പൊ നടുഭാഗം അവിടെ ഇങ്ങനെ ബറക്കത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പൊ അതേ ശൈലിയിൽ തന്നെ ഭക്ഷണം കഴിക്കുമ്പോ സുബ്ഹാനല്ലാഹ് നമ്മൾ ചെയ്യുന്ന അമല് അഹ്സനു അമല, നല്ല അമലായി കിട്ടി. ആ നഖം മുറിച്ചാൾ തന്നെ മുറിച്ച ഉടനെ തന്നെ മുറിക്കപ്പെട്ട നഖങ്ങൾ വിരലുകൾ കഴുകണം. മുറിച്ച നഖങ്ങളോ അത് പുറത്തേക്ക് വലിച്ചെറിയരുത്. ഒരു ചെറിയ കുഴി കുഴിച്ചുകൊണ്ട് അതിന്റെ ഉള്ളിൽ മറവ് ചെയ്യണം. അതും സുന്നത്താണ്. സഹോദരങ്ങളെ, ഈ അവസ്ഥകളൊക്കെ ഒരാൾ പാലിച്ചുകൊണ്ട് ഒരു കാര്യം ചെയ്യുമ്പോഴാണ് അത് നല്ല അമലായി തീരുന്നത്. ഇന്നും നിങ്ങൾ നോക്ക്, നമ്മളെല്ലാവരും ഇന്നും കുളിച്ചവരല്ലേ. പലരുടെ കുളിയും നല്ല കുളിയായിട്ടില്ല. എന്തേ കാരണം? ചില ആളുകളൊക്കെ കുളിക്ക് നിയ്യത്ത് വെക്കണമെങ്കിൽ ഒന്നെങ്കിൽ ജുമുഅ ദിവസം വരണം, അല്ലെങ്കിലോ ജനാബത്ത് കുളിയാകണം. എല്ലാ ദിവസത്തെ കുളിക്കും നിയ്യത്തുണ്ട്. കുളിക്കാകെ 2 ഫർളല്ലേ ഉള്ളൂ. സുന്നത്തുകൾ 10-15 എണ്ണമുണ്ട്. ആ സുന്നത്തുകളൊക്കെ പാലിച്ചിട്ടുള്ള കുളിയാണോ? ആ കുളിക്കുന്ന അത്രയും നേരം നമ്മൾ ചെയ്ത അമല് അഹ്സനു അമല, ഏറ്റവും നല്ല അമലാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുളിച്ചൊരു ശൈലിയില്ലേ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ രേഖപ്പെടുത്തിയത് കാണാം. വുളു എടുക്കാതെ, കാമിലായ വുളു എടുക്കാതെ അവിടുന്ന് കുളിച്ചിട്ടില്ല. എപ്പോ കുളിച്ചിട്ടുണ്ടോ കുളിക്ക് മുമ്പ് വുളു എടുത്തിട്ടുണ്ട്. നമ്മളിൽ പലരുടെയും സ്വഭാവം കുളി കഴിഞ്ഞിട്ട് പിന്നെ വന്ന് വുളു എടുക്കുന്നത് കാണാം. അങ്ങനെയല്ല ചെയ്യേണ്ടത്. കുളിന്റെ മുമ്പാണ് വുളു. എത്രത്തോളം പണ്ഡിതന്മാര് പഠിപ്പിച്ചു, കുളിയുടെ മുമ്പ് നിർവഹിക്കുന്ന വുളു ഇടയിൽ വെച്ച് മുറിഞ്ഞു പോയാൽ ഇടയിൽ വെച്ച് ആ വുളു പുതുക്കുന്നത് സുന്നത്താണ്. അത്രയും ശ്രേഷ്ഠതയുള്ള വുളു ആണ് കുളിന്റെ മുമ്പുള്ള വുളു. അതുകൊണ്ട് കുളിക്കുന്ന ആള് അയാൾ വുളു എടുക്കണം. വുളു എടുത്തിട്ടാണ് കുളിക്കേണ്ടത്. കുളിക്കേണ്ട രൂപത്തിൽ കുളിക്കണം. സഹോദരങ്ങളെ, ആ കുളി കഴിഞ്ഞിട്ടും നമുക്ക് സാധ്യമെങ്കിൽ വുളുഇന് ശേഷം കൈ ഉയർത്തിയിട്ട് 3 പ്രാവശ്യം ചൊല്ലുന്ന ദിക്റില്ലേ, അത് കുളിക്ക് ശേഷവും സുന്നത്തുണ്ട്. തുടക്കത്തിൽ ബിസ്മി, വുളുഇന് ബിസ്മിയും ഔദൊക്കെ ചൊല്ലും പോലെ തന്നെ വുളുഇന്റെ തുടക്കത്തിൽ, വുളുയുടെ തുടക്കത്തിനും അത് സുന്നത്തുണ്ട്. എല്ലാ ദിവസത്തെ കുളിക്കും നിയ്യത്ത് വെക്കണം. ഇന്നത്തെ സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു, നിർവഹിക്കുന്നു എന്ന് നിയ്യത്ത് വെക്കുക. അല്ലെങ്കിൽ എന്ത് ലഭിക്കും? നല്ല തണുപ്പ് കിട്ടും. ശരീരത്തിലെ മാലിന്യങ്ങളൊക്കെ നീങ്ങിക്കിട്ടും. ചെയ്യുന്ന പ്രവർത്തനം നല്ല അമലായി രേഖപ്പെടുത്തപ്പെടൂല. അതൊരു കുളിയായി നമ്മുടെ കിതാബിൽ രേഖപ്പെടുത്തപ്പെടണോ? കുളിക്കുള്ള ഫർള് 2 എണ്ണമാണ്. ഒന്ന് നിയ്യത്താണ്, മറ്റൊന്ന് ശരീരം മുഴുവനും വെള്ളം ഒലിപ്പിക്കലാണ്. രണ്ടും ഉണ്ടെങ്കിലേ ഒരു കുളിയായി പരിഗണിക്കൂ. വെള്ളിയാഴ്ച മാത്രം ഒരു നിയ്യത്ത്, ജനാബത്തിന് മാത്രം ഒരു നിയ്യത്ത്, അങ്ങനെ മതിയായിക്കൂടാ. അപ്പൊ ബാക്കിയുള്ള ചെയ്യുന്നൊക്കെ വെള്ളം വെറുതെ വേസ്റ്റാക്കലാവൂലേ? ഒരു തണുപ്പിന് വേണ്ടി മാത്രമാവൂല, അത് പോരാ. അത് നല്ല ഒരു അമലായിട്ട് മാറണം. ഭക്ഷണം കഴിക്കുന്നിടത്ത് വരെ അങ്ങനെയല്ലേ മഹാന്മാര് പറഞ്ഞത്? നിയ്യത്ത് നന്നാക്കിയാൽ അതിനും വലിയ കൂലിയല്ലേ? അപ്പൊ ഇഖ്ലാസോടുകൂടെയുള്ള അമലാകുക. ഇഖ്ലാസോടെ ചെയ്യുന്ന അമല്, ഉദ്ദേശം നന്നാക്കുക അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രമാകണം. വേറെ ലക്ഷ്യങ്ങൾ വരാൻ പറ്റുമോ? വരാൻ പറ്റും. പക്ഷെ വേറെ ലക്ഷ്യങ്ങൾ വന്നാൽ ഈ ചെയ്യണ പണി വെറുതെ ആവും. ഉദാഹരണമായി പറയാം, ഒരു മുദർരിസ് ദർസ് നടത്തുന്നത് കുട്ടിക്കോളും. എന്തിനാ ദർസ്? അത് ഒരു നേരം പോക്കിന്. എന്നാ പിന്നെ ആ പഠിപ്പിച്ചതിനുള്ള കൂലി കിട്ടൂല. കാരണം നേരം പോക്കാകരുത് ലക്ഷ്യം. ജമാഅത്തിന് ഒരാൾ വരാണ്, എന്താ നിങ്ങൾക്ക് വാഹനത്തിൽ പോയിക്കൂടെ? എന്തിനാ നടന്നിട്ട് പോന്ന്?
അതൊരു വ്യായാമത്തിന് വേണ്ടിയാണ്. വ്യായാമത്തിന് പ്രത്യേക നിയ്യത്തിന്റെ ആവശ്യമല്ല. ഉണ്ടോ? ഡോക്ടർ പറഞ്ഞു നിയ്യത്ത് ചെയ്തുകൊണ്ട് വ്യായാമം ചെയ്യണം, അത് നടന്നാൽ തന്നെ കിട്ടും. പക്ഷെ ലക്ഷ്യം എന്താകണം? ജമാഅത്തിന് വേണ്ടി, സുബ്ഹി ജമാഅത്തിന് വേണ്ടി നടന്നു പോവുകയാണ്. അപ്പൊ ഓരോ കാലടിപ്പാടിനും വലിയ പ്രതിഫലം കിട്ടും. നിയ്യത്ത് നന്നാക്കുക, ഏത് സംഗതിയിലും നിയ്യത്ത് നന്നാക്കുക, അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടി മാത്രമാക്കുക. എന്തിനാ കച്ചവടം ചെയ്യുന്നത്? സമ്പത്ത് വർദ്ധിപ്പിക്കാനെന്നല്ല, ഹലാലായ നിലക്ക് ജീവിക്കാനും കുടുംബം പോറ്റാനും ദീനി ഖിദ്മത്ത് എടുക്കാനും. എന്തിനാ സമ്പത്തിന്റെ മേലെ വീണ്ടും സമ്പത്ത് ഉണ്ടാക്കുന്നത്? ദീനിനെ സഹായിക്കാൻ, മക്കളെയും പേരക്കുട്ടികളെയും നല്ല രൂപത്തിൽ വളർത്താൻ, നല്ല ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ, ഹൈറായ മേഖലകളിലൊക്കെ സമ്പത്ത് ചെലവഴിക്കാൻ. അതാണ് ലക്ഷ്യമാകേണ്ടത്. അങ്ങനെ ലക്ഷ്യമായി കിട്ടിയാൽ ചെയ്യുന്ന ഏത് പണിയും ഇഖ്ലാസുള്ള പണിയായി മാറും. ഏതും ഉദ്ദേശിക്കേണ്ടത് അങ്ങനെയാണ്. അങ്ങനെ നിയ്യത്ത് വരുമ്പേ സഹോദരങ്ങളെ അമല് നന്നായി കിട്ടൂ. അപ്പൊ മൗത്തും ഹയാത്തും അല്ലാഹു തആല സൃഷ്ടിച്ചത്, നമുക്ക് അമലിന് കഴിയുന്ന ഹയാത്ത് അല്ലാഹു നൽകിയത്, മരണം നമ്മുടെ മേൽ അല്ലാഹു തആല ഏൽപ്പിച്ചു വെച്ചത് ഈ നല്ല അമല് ചെയ്തിട്ടുണ്ടോ എന്നൊരു പരിശോധനക്കാണ്. ശേഷമല്ലേ പരിശോധനയുടെ ലോകം വരുന്നത്. പരിശോധനയുടെ ലോകമാണല്ലോ മരണത്തിന് ശേഷമുള്ള ലോകം മുഴുവനും. ആദ്യഘട്ടം ഖബറാണ്, പിന്നെ മഹ്ശറാണ്. എല്ലാ ഇടങ്ങളിലും വേണ്ടത് നല്ല അമലാ. വിശുദ്ധ ഖുർആൻ ഇത് പലയിടങ്ങളിലും ഇത് ബോധിപ്പിച്ചിട്ടുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും ഓതുന്ന സൂറത്തുൽ കഹ്ഫിലും ഇതേ ആശയം തന്നെ അല്ലാഹു പഠിപ്പിച്ചു. ഇന്നാ ജഅൽനാ മഅലൽ അർളി സീനത്തൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമലാ. അവിടെയും അല്ലാഹു പറഞ്ഞു, ഭൂമി ലോകത്തുള്ളത് സർവ്വതും സംവിധാനിച്ചത്, ഭൂമി ലോകത്തുള്ള അലങ്കാരങ്ങളൊക്കെ നിർമ്മിച്ചു തന്നത്, ഭൂമിക്ക് സൗന്ദര്യവും ഒക്കെ നൽകിയത് ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമലാ. ആ ഭൂമിയിൽ ജീവിക്കുന്നവരിൽ ഏറ്റവും നല്ല പ്രവർത്തനം നടത്തുന്നത് ആരാണെന്ന് പരിശോധിക്കാനാണ്. ജനങ്ങൾക്ക് ഈ സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ തന്നത് അതിനാണ്. ഇവിടെ ഞാൻ ഒറ്റ തഫ്സീർ കൂടി വായിക്കട്ടെ. ഇമാം അബൂ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹി നല്ല അമലി എന്താണെന്ന് വിശദീകരിച്ചപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, വഹുസ്നുൽ അമലി അസ്സുഹുദു ഫീഹാ. ഈ ഭൂമി ലോകത്ത് ജീവിക്കുമ്പോ ത്യാഗ മനോഭാവത്തോടെ ജീവിക്കലാണ്. എന്താണ് സഹോദരങ്ങളെ, സഹോദരിമാരെ ത്യാഗം? അല്ലാഹു അനുവദിച്ചത് മാത്രം സ്വീകരിക്കുക, അനുവദിക്കാത്തത് വിട്ടേക്കുക. അല്ലാഹു അനുവദിക്കാത്തൊരു മാർഗമുണ്ട്. ആ മാർഗത്തിലൂടെ പ്രവേശിച്ചാൽ ഇഷ്ടം പോലെ സമ്പത്ത് സ്വരൂപിക്കാം. പക്ഷേ അത് അല്ലാഹു അനുവദിക്കാത്ത മാർഗമാണ്. എനിക്കത് വേണ്ട, ആ വേണ്ടാന്ന് വെക്കുന്നതാണ് ത്യാഗം. അതിലൂടെ പോയാ അങ്ങനെ കിട്ടും, പക്ഷെ അതിലൂടെ പോകാൻ പറ്റൂല. എന്താ പറ്റാത്തത്? അത് അല്ലാഹു അനുവദിക്കാത്തൊരു മാർഗമാണ്. അതുകൊണ്ടാണ്, വേറൊന്നുമല്ല. അപ്പൊ അത് വേണ്ടാന്ന് വെക്കാനുള്ള ഒരു മനസ്സ്. മഹാന്മാരുടെയൊക്കെ ത്യാഗം വലിയ ത്യാഗമല്ലേ? അവരുടെ ആ ത്യാഗത്തിലേക്കൊന്നും നമുക്ക് എത്തിച്ചേരാൻ കഴിയൂല. അത്രയും വലുതാണ് അവരുടെ ത്യാഗം. എന്തൊരു വലിയ ത്യാഗമാണ്. ചെറിയൊരു സംശയം വന്നാൽ പോലും സ്വീകരിക്കാത്ത രൂപത്തിലുള്ള ത്യാഗമാണ് മഹാന്മാരുടെ ത്യാഗം. അതങ്ങനെ ആയിപ്പോകുമോ എന്ന് ചിന്തിച്ചുകൊണ്ടുള്ള ഒരു പേടി. ഇമാമുൽ ആലം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു തആല അൻഹു കടം കിട്ടാനുള്ള ആളെടുത്ത് കടം ചോദിക്കാൻ വേണ്ടി പോയി. ഒരാളെ വീട്ടിൽ കടം ചോദിക്കാൻ വേണ്ടി പോയി. അവിടുന്ന് കടം കിട്ടാനുണ്ട്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആ കടം ചോദിക്കാൻ വേണ്ടി പോയപ്പോ അവിടെ കുറെ ആളുകൾ വേറെയും വന്നിട്ടുണ്ട്. അവര് പല ലക്ഷ്യത്തിനു വേണ്ടി വന്നതാണ്. ഈ വീട്ടുകാരന്റെ മുറ്റത്ത് നല്ല ഒരു തിണ്ണയുണ്ട്. തിണ്ണ എന്ന് പറഞ്ഞാൽ മനസ്സിലാമോനെ? ഒരു തിണ്ട്, മനസ്സിലായില്ലേ? ഇരിക്കാനൊക്കെ സൗകര്യമുള്ള, തണലൊക്കെ ഇരിക്കാൻ പറ്റുന്നേ, അപ്പുറത്ത് മരങ്ങളൊക്കെ വെച്ചിട്ട് നല്ല ഒരു തിണ്ടുണ്ട്. പലരും അവിടെ ഇരിക്കുന്നുണ്ട്. ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വെയിലത്ത് തന്നെ നിൽക്കുകയാണ്. പലരും പറഞ്ഞു, ഇവിടെ ഇരുന്നോളി, ഇതാ ഇവിടെ ഇരുന്നോളി, ഇവിടെ സീറ്റ് ഉണ്ട്, ഇവിടെ ഇരുന്നോളി, ഇവിടെ ഇരുന്നോളി. അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു ഇരിക്കാത്തത് ഊരക്ക് വല്ല തകരാറുള്ളതുകൊണ്ടല്ല, കാലിന് വല്ല പ്രശ്നമുള്ളതുകൊണ്ടല്ല, മഹാനവറുകൾ പേടിച്ചുകൊണ്ടിരിക്കാത്തതാണ്. ഒരു ഹദീസിന്റെ അർത്ഥം ചിന്തിച്ചുകൊണ്ടുള്ള പേടി വന്നുപോയി. ഞാൻ ഇയാളിൽ നിന്ന് കടം വാങ്ങാൻ വേണ്ടി വന്നതാണ്, എനിക്ക് കിട്ടാനുള്ള പണം വാങ്ങാൻ വേണ്ടി വന്നതാണ്.
അപ്പൊ ഈ മനുഷ്യന്റെ വീട്ടുമുറ്റത്ത് ഉള്ള ഈ തണലിൽ ഇരുന്നിട്ട് അല്പനേരം ഞാൻ ഉപകാരമെടുത്താൽ കിട്ടാനുള്ള കടത്തിന്റെ പുറമെ അതൊരു പലിശയാകുമോ എന്നൊരു പേടി. കുല്ലു ഖർലിൻ ജറ മൻഫഅതൻ ഫഹുവ റിബൻ എന്നൊരു ഹദീസ് ആലോചിച്ചുകൊണ്ട് മഹാനവറുകൾ അവിടെ വെയിലത്ത് നിൽക്കുന്നു. ഉപകാരം സ്വീകരിക്കുന്ന രൂപത്തിലുള്ള കടം അത് പലിശയാണ്. നിങ്ങൾ ഒരാള് എന്നോട് എനിക്ക് കാശ് തരാണ് കടായിട്ട് ഒരു 10,000 രൂപ. 10,000 ഞാൻ തരാം. പക്ഷേ ഒരു നിബന്ധന ഉണ്ട്. എന്താ നിബന്ധന? ഓരോ മാസവും ഒരു 100 രൂപ അങ്ങനെ തരണം. ഈ കടം 2 കൊല്ലം കഴിഞ്ഞ് തന്നാൽ മതി 10,000. ഓരോ മാസവും കടം തന്നതിന്റെ പേര് 100 രൂപ. പലിശയല്ലേ? ആ പലിശ. പക്ഷെ നിങ്ങൾക്ക് 10,000 ഉപകാരത്തിനല്ലേ ഞാൻ തന്നത്, കടം തന്നില്ലേ? ഇങ്ങനെ എന്തെല്ലാം നടക്കുന്നു സഹോദരങ്ങളെ. അതേ രൂപത്തിൽ വാഹനം കൊടുക്കലും, അതേ രൂപത്തിൽ വീട് കൊടുക്കലും, അതേ രൂപത്തിൽ പറമ്പ് കൊടുക്കലും ഒക്കെ അല്ലേ ഇപ്പൊ സജീവമായിട്ട്. അതിനൊന്നും കുഴപ്പമില്ല, നാട്ടിലെല്ലാ ആൾക്കാരും ചെയ്യുന്നില്ലേ? അത്ര വലിയ പ്രശ്നമുള്ളതാ? അത് പ്രശ്നമുള്ളതല്ല. അപ്പൊ ഒരു സഹോദരി മറ്റേ സഹോദരിക്ക് പണ്ടം കൊടുക്കുന്നു. പൊണ്ടല്ല, പണ്ടം, സ്വർണം. സ്വർണം കൊടുക്കുന്നു. 20 പവൻ സ്വർണം ധരിക്കാൻ വേണ്ടി ഒരു 3 കൊല്ലത്തേക്ക് കൊടുക്കാം. പക്ഷെ ഒറ്റ നിബന്ധനയുള്ളത്. എന്താ നിബന്ധന? ഞാൻ ഗൾഫിൽ പോയിട്ട് ഭർത്താവിന്റെ കൂടെ അവിടെ താമസിക്കാൻ പോകും, ഫാമിലി അടക്കം. 3 വർഷം കഴിഞ്ഞിട്ടേ തിരിച്ചു വരുള്ളൂ. എനിക്കൊരു സഹായത്തിനല്ലേ എന്റെ സ്വർണം മുഴുവനും തന്നെ ധരിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നീ എന്റെ വീടൊക്കെ എല്ലാ ആഴ്ചയിലും ഓരോ ദിവസവും ഇടക്കൊക്കെ വന്നിട്ടൊന്ന് വൃത്തിയാക്കി ഒന്ന് കഴുകി സൂക്ഷിച്ച് റെഡിയാക്കി വെക്കണം. അതുപോലും സന്ദേഹമാണ് സത്യത്തിൽ. ആ കൊടുത്ത ആ പണത്തിന്റെ കടത്തിന്റെ പേരിൽ, വായ്പയുടെ പേരിലുള്ള ഒരു ഉപകാരം. ഇമാമുല്ലാദം തങ്ങള് വെയിലത്ത് നിന്ന് കൊള്ളുന്നത് വെയിലുള്ള പൂതിണ്ടായിട്ടല്ല, പേടിച്ചിട്ടാണ്. പടച്ച റബ്ബിനെ പേടിച്ചിട്ട്. അല്ലാഹുവേ, ഞാനെങ്ങാനും ആ തണലിൽ ഇരുന്നാൽ കൊടുത്ത കടത്തിന്റെ പേരിൽ ഞാൻ പറ്റിയൊരു ഉപകാരമായി പോകുമോ, പലിശയായി പോകുമോ എന്ന് പേടിച്ചിട്ട്. ആ ത്യാഗം അത് ദുനിയാവിലുള്ളൊരു ത്യാഗമാണ്. പല വഴിക്കും തിരിഞ്ഞാൽ പലതും സമ്പാദിക്കാം. പക്ഷേ റബ്ബ് സുബ്ഹാനഹു വ തആല അനുവദിക്കാത്തതാണ് പലതും. അതുകൊണ്ട് പറ്റൂല, വേണ്ടാന്ന് ദുനിയാവ് കൊണ്ട് വഞ്ചനയിൽ പെടാതിരിക്കലാണ്. വഞ്ചനയുടെ ഒരുപാട് മുഖങ്ങൾ ദുനിയാവിനുണ്ട്. മനുഷ്യനെ ചതിക്കുഴിയിൽ കൊണ്ടുപോയി കിടത്തുന്നത് സഹോദരന്മാരിലുമുണ്ട്, സഹോദരിമാരിലുമുണ്ട്. ദുനിയാവ് പറ്റിച്ചു കളയും. നല്ലോണം ശ്രദ്ധിക്കണം, ചതിയിൽ ഏർപ്പെട്ടുകൂടാ. ഒരു ഉദാഹരണത്തിന് വേണ്ടി പറയട്ടെ, സമയം പരിമിതമാണ്. പണത്തിന്റെ പേരിൽ ചൂഷണങ്ങൾ ധാരാളം രൂപത്തിൽ നടക്കുന്നുണ്ട്. പണം കൊണ്ടൊരു പണത്തിന്റെ വർധനവ് ചതികളെ കൂട്ടത്തിൽപ്പെട്ടൊരു ചതിയാണ്. 1,00,000 രൂപ കൊടുക്കുന്നു ഒരാൾക്ക്, മാസമാസം 4,000, മാസമാസം 5,000. സഹോദരങ്ങളെ, ഒരു കച്ചവടത്തിനാണ് കൊടുക്കുന്നതെങ്കിൽ എങ്ങനെ ഇങ്ങനെ കറക്റ്റ് ലാഭം പറയാൻ കഴിയും? ഓരോ മാസം ലാഭം കിട്ടിയിട്ടല്ലേ ലാഭവിഹിതം പറയാൻ കഴിയൂ? കൊടുക്കുമ്പോ തന്നെ 4,000, 5,000 എന്നെങ്ങനെ കറക്റ്റ് പറഞ്ഞിട്ട് വാങ്ങാൻ പറ്റും? എങ്ങനെ കൊടുക്കാൻ പറ്റും? അത് പണത്തിന്റെ മേലിൽ വരുന്ന മറ്റൊരു തരം പലിശയാണ്. അങ്ങനെ 5,000, 10,000 പണത്തിന്റെ വർധനവിന് വേണ്ടി പണം കൊടുത്തിട്ട് കുറച്ചു മാസം ഇങ്ങനെ കിട്ടിയിട്ട് പിന്നെ കിട്ടാതെയാകുമ്പോ, ആളെ കാണാതെയാകുമ്പോ എല്ലാവരും തിരയാൻ തുടങ്ങി. പലരും പല രൂപത്തിൽ പണം കൊടുത്തു, കുറെ മാസം ലാഭം കിട്ടി, ഇപ്പൊ കിട്ടുന്നില്ല. കാരണം എന്തേ? കൊടുക്കാനുള്ള ആളെ കാണാനില്ല. അയാൾക്ക് എവിടുന്നും കടം കിട്ടാതെയായപ്പോ നാട് വിട്ടുകളഞ്ഞുപോയി. പിന്നെ അയാൾ അന്വേഷിച്ച് നോക്കുമ്പോ അയാൾ ആസ്ട്രേലിയ, ഇറ്റലിയോ വേറെ എവിടെ എത്തിയിട്ടുണ്ടാവും. നമ്മളെ ആൾക്കാരെന്ത് എഴുതി? ഒരു മാസം വെറുതെ എന്തിനാ ഈ പൈസ അങ്ങനെ വെച്ചിരിക്കുന്നത്? 2,000, 3,000 അങ്ങനെ കിട്ടല്ലേ? അങ്ങനെ പോന്നോട്ടെ, നമുക്ക് മുടക്കൊന്നുമില്ലല്ലോ. അങ്ങ് കൊടുത്തു. അപ്പൊ ഇവിടുന്ന് വാങ്ങിയിട്ട് അപ്പുറത്ത് കൊടുത്തു, അവിടുന്ന് വാങ്ങിയിട്ട് ശതമാനം അപ്പുറത്ത് കൊടുത്തു. അവിടെ 10 ലക്ഷമാണോ അതിനനുസരിച്ച് കമ്മീഷൻ, അത് വേറൊരു ഭാഗത്തുനിന്ന് കൊണ്ട് അവിടെ കൊടുത്തു. അങ്ങനെ കൊടുത്ത് അവസാനം വേറെ എവിടെയും കിട്ടാതെയായി, കൊടുക്കാനില്ലാതെയായപ്പോ ഒരു ചെറിയൊരു വിസ സംഘടിപ്പിച്ചുകൊണ്ട് ആള് മുങ്ങി. പിന്നെ അത്യാവശ്യം നിർബന്ധമായിട്ട് ചോദിക്കുന്ന ആളുകളൊക്കെ ഏകദേശം മരിച്ചു എന്ന് കാണുമ്പോൾ ആള് നാട്ടിലെത്തും. സഹോദര, എന്തൊരു ബാധ്യതയാണ് ലോകത്ത് വരുത്തി തീർക്കുന്നത്. ദുനിയാവിന്റെ ചതിയിൽ പെട്ടുപോകരുത്. ചൂഷണങ്ങൾ ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട്.
മനുഷ്യന്മാർ തന്നെയാണ് അതിന്റെ പിന്നിൽ, ജിന്നുകളൊന്നുമല്ല. നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. ഹലാലായ മാർഗങ്ങൾ തന്നെ ഇഷ്ടം പോലെ അള്ളാഹു വെച്ച് തന്നിട്ടുണ്ട്. അത് വികസിപ്പിച്ചുകൊണ്ട് നന്നാക്കി എടുക്കണം. വൽ ഖനാഅതു ബിൽ യസീരി മിൻഹാ, പാകത്തിന് ജീവിക്കാനുള്ളത് അള്ളാഹു തന്നിട്ടുണ്ടോ, എന്നാൽ അതുകൊണ്ട് നീ പൊരുത്തപ്പെട്ട് ജീവിക്കണം. വൽ ഖനാഅതു ബിൽ യസീരി മിൻഹാ, ദുനിയാവിൽ പാകത്തിന് ജീവിക്കാനുള്ളത് അള്ളാഹു തന്നിട്ടുണ്ട്. അതുകൊണ്ട് അലച്ച വേണ്ട. ആ പാകത്തിനുള്ളത് സുന്ദരമായ രൂപത്തിൽ വളർത്തിയിട്ട് വികസിപ്പിച്ചിട്ട് തൃപ്തികരമായി ജീവിക്കണം. ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് ദുനിയാവ് നീ തിരിക്കണം. ദുനിയാവ് ചെലവഴിക്കണം. ഭൂമിയിൽ അള്ളാഹു തരുന്ന സമ്പത്ത് ചെലവഴിക്കണം. ആവശ്യമുള്ളത് എന്ന് പറഞ്ഞാൽ അറിയുമോ, എന്തെല്ലാം കൂലി കിട്ടുന്ന കാര്യങ്ങളുണ്ടോ അതിലേക്കൊക്കെ സമ്പത്ത് വിനിയോഗിക്കണം. അത് ഈ ദുനിയാവിൽ ആ രൂപത്തിൽ ആഖിറത്തിലേക്കുള്ളൊരു വസീലയാക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ തന്ന സമ്പത്തും ദുനിയാവിൽ നമുക്ക് നൽകിയ ആരോഗ്യവും ദുനിയാവിൽ നമുക്ക് നൽകിയ സന്താനങ്ങളും ആഖിറത്തിലേക്കുള്ള വസീലകളാക്കി മാറ്റണം. അതൊക്കെ നല്ല അമലാണ്, ഹുസ്നുൽ അമലാണ്. സൽക്കർമ്മം, സുഹൃതങ്ങൾ എന്ന് പറഞ്ഞാൽ അതാണ്. നോക്ക്, നിങ്ങൾ കൂട്ടത്തിൽ ഒരു കാര്യമല്ലേ ഇവിടെയുള്ള ഉസ്താദുമാര്, ആ ഉസ്താദുമാർക്ക് ഓരോ ദിവസം, മാസത്തിൽ ഒരു ദിവസം ഭക്ഷണം കൊടുക്കുക വലിയൊരു ഭാഗ്യമാണ്. ധാരാളം ആളുകൾ ഭക്ഷണം കൊടുക്കുന്നവരുണ്ട്. ഇന്നും ഇന്നലെയും ഒക്കെ ഞാൻ ഇവിടെ വന്നപ്പോ ഭക്ഷണം തന്നവരുണ്ട്. അല്ലാഹുവേ നീ ബർക്കത്ത് നൽകണേ അല്ലാ. ദീനീ സംരംഭങ്ങളെ വളർത്തുന്നതിനുള്ള വലിയൊരു സഹായമാണ് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വല്ലാതെ പുകഴ്ത്തി പറഞ്ഞൊരു സംഗതിയാണ്. നമ്മുടെ പക്കൽ പിശുക്കില്ല എന്നതിന്റെ ഒരു തെളിവും കൂടിയാണ്. ദീനീ ഖിദ്മത്തിന് നേതൃത്വം നൽകുന്ന ഉസ്താദുമാർക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ട് അവരെ സഹായിക്കുന്നത് ദീനിനോട് ചെയ്യുന്ന വലിയൊരു ഖിദ്മയാണ്. കഴിയുന്നവരാരും അതിൽ നിന്ന് പിറകോട്ട് പോകരുത്. സ്വർഗത്തിൽ പോകുന്ന ആളുകളുടെ ലക്ഷണം പറഞ്ഞപ്പോൾ വരെ ഖുർആൻ അതെണ്ണി പറഞ്ഞു. വയുത്ഇമൂന അത്അമ അലാ ഹുബ്ബിഹി മിസ്കീനം വയതീമം വഅസീറാ. ഭക്ഷണം കൊടുക്കുന്നവരാണ് സ്വർഗത്തിൽ പോകുന്ന നല്ല നല്ല ആളുകൾ. ആ ഭക്ഷണത്തോട് അവർക്ക് താല്പര്യമുണ്ടായിട്ട് തന്നെ പാവപ്പെട്ട ആളുകൾക്ക് അവർ ഭക്ഷണം കൊടുക്കുന്നു, മിസ്കീന്മാർക്ക് കൊടുക്കുന്നു, അനാഥകൾക്ക് കൊടുക്കുന്നു. അൻസാറുകൾക്കുള്ള വലിയ മഹത്വം അതല്ലേ സ്വഹാബിമാർക്ക്. ഒരു വകുപ്പും ഇല്ലാതെ മദീനയിലേക്ക് വന്ന മുഹാജിറുകൾ സഹോദരങ്ങൾ എന്ന നിലക്ക് അവരെ സ്വീകരിച്ച് സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിച്ച് ഒരു വീടാകുന്നത് വരെ, ഒരു ജോലിയാകുന്നത് വരെ ഭക്ഷണം കൊടുത്ത് ഒരു പക്ഷേ മരണപ്പെട്ടു കഴിഞ്ഞാൽ സ്വത്തിന്റെ ഒരു വിഹിതം കൂടി അവർക്ക് നീക്കിവെച്ച് ആദ്യഘട്ടത്തിൽ അങ്ങനെയല്ലേ പലരും ആ മുഹാജിറുകളെ സ്നേഹിച്ചത്. നിയമത്തിൽ മാറ്റം വരുന്നൊരു സമയം വരെ അതാ അൻസാരിയായ സ്വഹാബി മരിക്കുമ്പോ ആ അവരുടെ സ്വത്തിൽ നിന്നൊരു വിഹിതം മുഹാജിറായ സ്വഹാബിക്ക് വിഹിതം വെച്ചു കൊടുത്തിരുന്നു. പിന്നെയാണല്ലോ നിയമത്തിന് മാറ്റം വന്നത്. വഉലുൽ അർഹാമി ബഅദുഹും ഔലാ ബിബഅദിൻ ഫീ കിതാബില്ലാഹി മിനൽ മുഹാജിരീൻ. മുഹാജിറുകളെക്കാൾ സ്വന്തം കുടുംബക്കാർക്കാണ് സ്വത്തിന്റെ വിഹിതവുമായി ബന്ധമുള്ളത് എന്ന് അല്ലാഹു തആല പറഞ്ഞില്ലേ. അൻസാറുകളുടെ സ്നേഹം എത്ര വലിയ സ്നേഹമാണ്. അതുകൊണ്ട് ദീനീ ഖിദ്മത്തിന് ഭക്ഷണം കൊടുക്കാൻ കഴിയുന്നവര് പിറകോട്ട് നിൽക്കരുത്. അത് വലിയൊരു ഖിദ്മയാണ്. അല്ലാഹു നമുക്ക് നൽകിയതിൽ നിന്ന് അല്ലാഹുവിന്റെ ദീന് വളർത്താൻ വേണ്ടി ഇവിടെ നിങ്ങൾ നോക്ക്, സ്ഥാപനങ്ങൾ നടക്കുന്നുണ്ട്. ആ സ്ഥാപനങ്ങളെ നടത്തിപ്പിന് സഹായിക്കണം. ഉസ്താദുമാർക്ക് കൊടുക്കുന്നത് ചെറിയൊരു വേതനമാണെങ്കിലും സുബ്ഹാനല്ലാഹ് നമ്മുടെ ഒരു വക എപ്പോഴും അതിലുണ്ടാകണം. എല്ലാ മാസവും ഉണ്ടാകണം, വർഷത്തിലും ഉണ്ടാകണം. കൊടുക്കേണ്ട സന്ദർഭങ്ങളിലൊക്കെ കൊടുക്കണം. ഈ ദുനിയാവിൽ അല്ലാഹു തആല തന്നത് പരിശുദ്ധമായ ആഖിറത്തിലേക്ക് വലിയൊരു മാർഗമാക്കി വെക്കുന്നതും അഹ്സനു അമലാ, നല്ല രൂപത്തിലുള്ള അമലാണ്. വജഅലുഹാ ദരിഅതൻ ഇലാ മഅരിഫത്തി ഖാലിഖിഹാ, ദുനിയാവ് പടച്ച റബ്ബിനെ അറിയാനുള്ള ഒരു മാർഗമാക്കി വെക്കണം. വത്തമത്തു ബിഹാ ഹസ്ബമാ അദിന ലഹു ശറഉ, ദീൻ അനുവദിച്ച രൂപത്തിൽ മാത്രം ദുനിയാവ് കൊണ്ട് സുഖിക്കണം. ദുനിയാവ് കൊണ്ട് സുഖിക്കാൻ പറ്റുമോ? സുഖിക്കണം. നല്ല അമലാണ് ഈ പറയുന്നത്. പക്ഷേ ശറഉ അനുവദിച്ചത് പ്രകാരം മാത്രം. ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകും. പല സ്ഥലങ്ങളിൽ
സ്ഥലങ്ങളിലും പുരുഷന്മാരും സ്ത്രീകളും അന്യപുരുഷന്മാരും അന്യ സ്ത്രീകളും യാതൊരു മറയുമില്ലാതെ ടൂർ എന്ന പേരിലോ സിയാറത്ത് എന്ന പേരിലോ ഇറങ്ങി പുറപ്പെടുന്ന സ്വഭാവമുണ്ട്. നഊദു അന്യോന്യം കാണുകയും അന്യോന്യം സ്പർശിക്കുകയും അന്യോന്യം സംസാരിക്കുകയും ചെയ്യുന്നതിന് യാതൊരു തടസ്സവുമില്ലാത്ത രീതിയിൽ ഈ ഇറങ്ങി പുറപ്പെടുന്ന സ്വഭാവം അത് ശറഅ് അനുവദിച്ചതല്ല. ഒരു കുടുംബത്തിൽ തന്നെ നോക്ക് നിങ്ങൾ, ഒരു കുടുംബത്തിലെ പെരുമാറ്റം തന്നെ ഏത് രൂപത്തിലാണോ ശറഅ് അനുവദിച്ചത് ആ രൂപത്തിലുള്ള പെരുമാറ്റമേ പറ്റുകയുള്ളൂ. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ജീവിതത്തില് ശറഅ് അവർക്ക് അനുവദിച്ചൊരു സുഖമുണ്ട്. ആ സുഖത്തിന്റെ അപ്പുറം പറ്റുമോ? ഇല്ല. പരിധിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ ദാമ്പത്യ ജീവിതത്തിൽ സുഖിക്കാവൂ. സ്വന്തം ജീവിതത്തിലേക്ക് കടന്നു വന്ന പത്നി ഭർത്താവ് വീട്ടിലേക്ക് ആ പത്നിയെ ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹു അനുവദിച്ച സുഖം എടുക്കണം എന്ന രൂപത്തിൽ ചെന്നപ്പോൾ അന്നവിടെ തടസ്സമാണ്. അന്ന് ആ പത്നിക്ക് മെൻസസ് ആണ്. എന്നാൽ ക്ഷമിച്ചുകൊണ്ട് സ്വബർ ചെയ്തുകൊണ്ട് അവിടെ കഴിയണം. പരിധിയുടെ അപ്പുറം വിട്ട് കിടക്കാൻ പാടില്ല. മുൻഭാഗം ശരിയായ രൂപത്തിൽ അതിന് അനുവദിച്ചൊരു രൂപമുണ്ട്. ആ രൂപഭാവങ്ങൾ മാത്രമേ സ്വീകരിക്കാവൂ. അതിലപ്പുറമായിട്ട് ഒന്നും തന്നെ സ്വീകരിച്ചുകൂടാ. മെൻസസ് ആണോ? മെൻസസ് ആയ രൂപത്തിൽ സമീപിക്കാൻ പറ്റുന്ന രൂപത്തിൽ സമീപിക്കണം. വലാ തഖറബൂഹുന്ന ഹത്താ യത്ഹുർന ഫഇദാ തത്ഹർന ഫഅതൂഹുന്ന മിൻ ഹൈസു അമറകുമുല്ലാഹ്. അവർക്ക് മെൻസസ് ആണോ, എന്നാൽ ശുദ്ധിയാകുന്നത് വരെ അവരോട് ആ രൂപത്തിൽ നിങ്ങൾ അടുക്കരുത്. ഒപ്പം കിടക്കുന്നതിനോ അതേ രൂപത്തിൽ ചുംബിക്കുന്നതിനോ സ്പർശിക്കുന്നതിനോ ഒന്നും വിലക്ക് പറഞ്ഞിട്ടില്ല. ശാരീരിക സ്പർശനത്തിൽ ഏർപ്പെടുന്നത്, സുഖങ്ങളിൽ ഏർപ്പെടുന്നത് ലിമിറ്റ് ചെയ്തത് നമുക്ക് ദീന് വെച്ചൊരു പരിധിയാണ്. അതിന്റെ ഉള്ളിൽ ഒതുങ്ങിക്കോളണം. അള്ളാഹു അനുവദിച്ച രൂപത്തിലുള്ളത് മാത്രം സുഖിക്കണം. ദുനിയാവിലുള്ള സുഖങ്ങൾ അങ്ങനെയല്ലേ? ദുനിയാവിൽ ജീവിക്കുമ്പോ റബ്ബ് സുബ്ഹാനഹു വ തആല അനുവദിച്ച സുഖങ്ങൾ മാത്രമേ നിർവഹിക്കാവൂ. അതിലപ്പുറം ഒന്നിലേക്കും പ്രവേശിച്ചുകൂടാ. നോക്കാൻ അല്ലാഹു തആല പറഞ്ഞതിലേക്ക്, സംസാരിക്കാൻ അല്ലാഹു അനുവദിച്ചതിലേക്ക്, ബന്ധം പുലർത്താൻ അല്ലാഹു അനുവദിച്ചതിലേക്ക്, ഇടപഴകാൻ അല്ലാഹു അനുവദിച്ചതിലേക്ക്, എല്ലാ തലങ്ങളിലും എങ്ങനെയാണോ ശറഅ് അനുവദിച്ചത് ആ അനുവദിച്ചതിന് മാത്രം നമ്മൾ സുഖത്തിൽ ഏർപ്പെടണം. അല്ലാത്ത ഒരു രൂപത്തിലുള്ള സുഖങ്ങളും നിർവഹിക്കാവതല്ല. ദുനിയാവിൽ നമ്മളോടുള്ള ബാധ്യതകളായി പറഞ്ഞ ബാധ്യതകൾ എല്ലാം നിർവഹിക്കുന്നതും ഹുസ്നുൽ അമലാണ്. വശുക്രു ലഹാ. അല്ലാഹു തആല തന്ന ദുനിയാവില് നമുക്കത്ര അല്ലാഹു ദുനിയാവ് തന്നോ അതിനനുസരിച്ച് നമ്മൾ നന്ദി പ്രകടിപ്പിക്കണം. ഒരിക്കലും തെറ്റായ മാർഗങ്ങളിലേക്ക് ജീവിത വഴിത്താരകളെ കൊണ്ടുപോകുന്നതിന് ദുനിയാവ് മാർഗമാക്കിക്കൂടാ. കമാ യഫ്അലുൽ കഫറത്തു വഅസ്ഹാബുൽ ലഹ്വാ. താന്തോന്നികൾ ചെയ്യും പോലെ ഈ ദുനിയാവിലെ ജീവിതം ആരും എന്തും ഏത് രൂപത്തിലും എന്ന ലെവലിൽ അല്ലാഹു സംവിധാനിച്ചിട്ടില്ല. ലിമിറ്റ് അല്ലാഹു പലയിടങ്ങളിലും തന്നിട്ടുണ്ട്. അവിടെ കൃത്യമായും അതങ്ങനെ തന്നെ ഉപയോഗിക്കണം. എല്ലാവർക്കും നല്ല സുഖിക്കാൻ പറ്റുന്ന രൂപമാണ്. പക്ഷെ പറ്റൂല. അങ്ങനെ ഉണ്ടെങ്കിൽ നിർത്തിക്കളയണം. ചിലയിടങ്ങളിലൊക്കെ കാണാം പുതിയ പെണ്ണിനെ നിക്കാഹ് കഴിഞ്ഞിട്ട് മംഗല്യത്തിന് അന്ന് പുതിയ പെണ്ണിനെ ഒരു സ്റ്റേജിൽ കൊണ്ടുവന്നിരുത്തിയിട്ട് സുബ്ഹാനല്ലാഹ് എല്ലാവരും ഇത് കണ്ട് സുഖിക്കുക. ഹറാമാണ്. അതങ്ങനെ പ്രദർശിപ്പിക്കാൻ പറ്റിയൊരു വസ്തുവല്ല. നിക്കാഹ് ചെയ്ത ഒരാളുണ്ട്, അയാളിലേക്ക് ആ പെണ്ണിനെ നല്ല രൂപഭാവത്തിൽ മാറ്റി നല്ല വേഷങ്ങൾ ധരിപ്പിച്ച് ആ പെണ്ണിന്റെ അടുത്തേക്ക്, ആ സഹോദരന്റെ അടുത്തേക്ക് ഈ പെണ്ണിനെ യാത്രയാക്കണം. എല്ലാവരും ഒന്ന് കണ്ടോളി. അവസാനമായിട്ട് വാഹനത്തിൽ കയറി പോകാൻ നിൽക്കുകയാണ്. ആ കല്യാണപ്പന്തലിലുള്ള ആൾക്കാരൊക്കെ ഒന്ന് നോക്കുകയാണ്. നോക്കിയിട്ട് ആ സുഖം പറ്റുമോ? പറ്റില്ല. പറ്റാത്തയിലേക്ക് നോക്കിയിട്ടൊരു സുഖം അത് പറ്റൂല സഹോദരങ്ങളെ.
അങ്ങനത്തെ സുഖങ്ങൾ പറ്റൂല. അത് തീരെ ജീവിതത്തിന് നിയമങ്ങളില്ലാത്ത ആളുകളുടെ സ്വഭാവമാണ്. നമ്മുടെ സ്വഭാവത്തിൽ സംസ്കാരത്തിൽപ്പെട്ടതല്ല. ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ആ മേഖലയിൽ മുഴുവനും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ തങ്ങൾ പറഞ്ഞു, അയ്യുക്കും അഹ്സനു അഖ്ലാ, അല്ലാഹുവിന്റെ പരിശോധന, നിങ്ങളിൽ ഏറ്റവും നല്ല ബുദ്ധിയുള്ളവർ ആരാണ് എന്നാണ്. ബുദ്ധിയുള്ള ആളുകൾ ആരാണ്? അവര് പരലോകം തിരഞ്ഞെടുക്കുന്നവരാണ്. ആ പരലോകത്തിന് വേണ്ടി ദുനിയാവിനെ ഉപയോഗിക്കുന്നവരാണ്. ദുനിയാവിനെ ഉപയോഗിക്കുന്നത് പരലോകത്തിന് വേണ്ടിയാണ്. മരണത്തിന്റെ ശേഷമുള്ള ജീവിതത്തിൽ എനിക്ക് സന്തോഷകരമാകണം. എന്റെ സ്വന്തം കൊണ്ടതിന് അധ്വാനം വേണം, എന്റെ കുടുംബം കൊണ്ടതിന് അധ്വാനം വേണം, എന്റെ മക്കളെ കൊണ്ടതിന് അധ്വാനം വേണം, എന്റെ സമ്പത്ത് കൊണ്ടതിന് അധ്വാനം വേണം, എന്റെ ആരോഗ്യവും എന്റെ സമയവും ഒക്കെ ഉപയോഗിച്ച് പരലോകത്തിന് വേണ്ടി എനിക്ക് നല്ല ബുദ്ധിയോടെ ചിന്തിച്ച് വർക്ക് ചെയ്യുന്നവർ, ആഖിറത്തിന് വേണ്ടി ദുനിയാവിനെ ചെലവഴിക്കുന്നവർ, ദുനിയാവിനെ വാങ്ങിയിട്ട് ആഖിറം വിൽക്കുന്നവരല്ല, ദുനിയാവിനെ വിറ്റിട്ട് ആഖിറം വാങ്ങുന്നവർ, അല്ലാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് വലിയ സൂക്ഷ്മത പാലിക്കുന്നവർ, റബ്ബ് ഹറാമാക്കിയതാണോ, എത്ര ദുനിയാവിൽ അതിന് സൗന്ദര്യമുണ്ടെങ്കിലും എനിക്കത് വേണ്ട. ഇന്ന് ഉച്ചക്ക് ഒരാൾ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, ഉസ്താദേ, പിന്നെ ഒരു വിഷയം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ്. ഞങ്ങളെ നാട്ടിൽ ഒരാൾ മരിച്ചപ്പോ ആ മരിച്ച ആളുടെ മകൻ വന്നിട്ട് പറഞ്ഞു, പാപ്പാന്റെ തലമുടിയിലേക്ക് വെള്ളം ചേരൂല, അതുകൊണ്ട് കുളി ശരിയാകണ്ടേ, മുടി മുഴുവനും പഠിച്ചു കളയാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ എന്തേ മകൻ അങ്ങനെ പറഞ്ഞത്? ബാപ്പ എന്നും ഡൈ ചെയ്യുന്ന ആളാണ്. കറുത്ത പെയിന്റ് അടിക്കാട്ടില്ലേ, എന്നാ ഡയ്യർ, കറുത്ത പെയിന്റ് അറിയാം മോനെ. ആ കറുത്ത പെയിന്റ് 400-നും 500-നും കിട്ടും, അതിന്റെ സ്ഥലത്ത് പോയി ഒന്ന് ഇരുന്ന് കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ തീരുമാനം എങ്ങനെയാണ്, വയസ്സ് 80 ആയാലും 70 ആയാലും 60 ആയാലും 40 ആയാലും 18ന്റെ പവറിൽ തന്നെ നിൽക്കണം, വേറെ ഒരു ചേഞ്ചിനും ഞാൻ സ്വീകരിക്കൂല. ജനാബത്ത് തീരെ ഉയരാതിരുന്ന എന്ത് നിസ്കാരം, എന്ത് ഉളൂ, എന്ത് ഖുർആനോത്ത്, എന്ത് ഖുർആൻ തൊടല്. ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, അങ്ങ് ഹജ്ജിന് പോകുമ്പോ ഉംറക്ക് പോകുമ്പോ എല്ലാ അമലുകളിലും ബുദ്ധിമുട്ടല്ലേ. വെള്ളം ചേരൂലേന്ന് ചോദിച്ചാൽ ഞാനോട്, എന്നിട്ട് മുടി പഠിച്ചോന്ന് വെച്ചാ മുടിയൊക്കെ കളഞ്ഞു. മുടിയൊക്കെ കളഞ്ഞതിന്റെ ശേഷമാണ് എന്നെ വിളിച്ചത്. കളഞ്ഞെങ്കിലും എന്ത് ചെയ്യാനാ, ആ എടുത്താ മുടിയൊന്നായിട്ട് നിങ്ങൾ അവിടെ കഫൻ ചെയ്ത് അവിടെ കുഴിച്ചിട്ടുള്ളിന്ന് പറഞ്ഞു. ആ ഖബറിനൊരു ഭാഗത്തന്നെ നീക്കം ചെയ്ത മയ്യത്തിൽ നീക്കം ചെയ്ത മുടിയല്ലേ, എന്ത് ചെയ്യാനാ. പക്ഷെ മകൻ അവസാനം അങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോ ആ വാക്ക് കേൾക്കുമ്പോ എന്തൊരു സങ്കടമാണ് സഹോദരങ്ങളെ. അല്ലാഹു തആല നിഷിദ്ധമാക്കിയ ഒരു കാര്യമാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ലേ അത്. അതുകൊണ്ട് ആ മാർഗം സ്വീകരിക്കരുത്. ഹറാമാണോ അതിൽ നിന്ന് വിട്ടു നിൽക്കുക. ഹറാമായ മേഖലകളിൽ നിന്നൊക്കെ സൂക്ഷ്മതയോടെ മാറി നിൽക്കാൻ കഴിയുള്ളവർ അവരാണ് അഹ്സനു അമല, ഏറ്റവും നല്ല അധ്വാനം അധ്വാനിക്കുന്നവർ. വഔറവൻ മഹാരിമില്ലാ വഅസ്റഉ ഫീ ത്വഅത്തില്ലാ. പ്രിയപ്പെട്ട പെങ്ങന്മാരോട് ഞാൻ പറയട്ടെ, സഹോദരിമാരെ, നമ്മുടെ ശരീരത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാഹു ചില സംവിധാനങ്ങൾ നമ്മുടെ ശരീരത്തിൽ വെച്ചിട്ടുണ്ട്. ആ സംവിധാനങ്ങൾ അതേ രൂപത്തിൽ തന്നെ കൊണ്ടു നടക്കേണ്ട പലതും ഉണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ റബ്ബ് സുബ്ഹാനഹു വ തആല അടയാളത്തിന് വെച്ച വലിയൊരു അടയാളമല്ലേ പുരികമെന്ന് പറയുന്നത്. ആ പുരികം ചെറുതാക്കിയിട്ട് എന്നും ചെറിയ കുട്ടികളെ മുഖത്തുള്ള പുരികം പോലെയാകണം. അങ്ങനെ പ്ലക്കിങ്ങിന്റെ സ്വഭാവം. പാർലറുകളിൽ പോയാൽ അവര് പ്ലക്ക് ചെയ്തു തരും. അതാ അതിന് 400-500 കൊടുത്താല് പുരികം വെട്ടിയിട്ട് 2 വയസ്സുള്ള 3 വയസ്സുള്ള കുട്ടിയുടെ പുരികം പോലെ പുരികം ചെറുതായി കിട്ടുക. ഒരൊറ്റ എന്താ പറയല് മോനെ, പുരികം തന്നെയല്ലേ, പിരിയേ, സുബ്ഹാനല്ലാഹ്, പിരിയാന്നറിയാം. അല്ലാ, അപ്പൊ മനസ്സിലായില്ലേ നിങ്ങൾ കാണിച്ചപ്പോ? ആ മനസ്സിലായി. നിങ്ങളാ പറഞ്ഞ തന്നെ ഏതായാലും പുരികം തന്നെ പറയും മലയാളത്തിൽ. ഇത് വെട്ടി ചെറുതാക്കാൻ പറ്റുമോ? വെട്ടി ചെറുതാക്കാൻ പറ്റൂല. അതിനൊക്കെ ഇപ്പൊ ആളുകളില്ലേ, ഇതൊക്കെ വെട്ടി ചെറുതായി കൊടുക്കുക, കാശ് കൊടുത്താൽ അതൊക്കെ റെഡിയല്ലേ.
പാടില്ല സഹോദരിമാരെ. അത് കല്യാണത്തിനോടനുബന്ധിച്ചാണെങ്കിലും സൽക്കാരത്തിനോടനുബന്ധിച്ചാണെങ്കിലും ഹറാമാണ്, പാടില്ല അത്. അതേ രൂപത്തിൽ തന്നെയുണ്ട് ചില ആളുകൾക്കൊക്കെ ഒരു സ്വഭാവം, പല്ലിന്റെ ഭാഗത്ത് പല്ലിന് വെളുപ്പ് പോരാ, അതുകൊണ്ട് പല്ല് ഒന്ന് മാതിച്ചൊറിഞ്ഞിട്ട് അതിന് വെളുപ്പ് കൂട്ടണം, പല്ല് രാകുക എന്ന് പറയും. പല്ലിന്റെ കട്ടിയൊക്കെ വലിച്ച് ഉപകരണങ്ങളൊക്കെ കൊണ്ട് വൃത്തിയാക്കിയിട്ട് പല്ലിന് പുതിയ വെളുപ്പുണ്ടാക്കി തീർക്കുന്ന സ്വഭാവം. നല്ല ബ്രഷ് ചെയ്തിട്ട് പൊടിയോ മറ്റോ ഇട്ടൊക്കെ നല്ല ബ്രഷ് ചെയ്യുക, കറകളൊക്കെ നീക്കുക നല്ലതാണ്. അതേ സമയത്ത് പല്ല് കട്ടി കുറക്കുന്ന രൂപത്തിൽ പല്ല് രാകുന്ന സ്വഭാവമുണ്ട്, അത് തനിച്ച തെറ്റാകുന്നു. ഇതേ രൂപത്തിൽ തന്നെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ശ്രദ്ധിക്കണം. ചില ഭക്ഷണം കൊണ്ടോ മറ്റോ ഉണ്ടായിത്തീരുന്നു മുടി കൊഴിയുന്ന സ്വഭാവം. അവിടെ വെപ്പ് മുടി വെച്ചു കൊടുക്കാൻ പാടില്ല, അത് ഹറാമാണ്. മുടി കുറയുന്ന ആളുകൾ ഭക്ഷണങ്ങൾ ക്രമീകരിക്കണം. കഴിവിന്റെ പരമാവധി ചില ഭക്ഷ്യവസ്തുക്കളൊന്നും ചില ശരീരത്തിന് പിടിക്കില്ല, പിടിക്കാത്ത ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കണം. ഞാൻ ഡോക്ടർ പറഞ്ഞെങ്കിലേ നമ്മൾ ഒഴിവാക്കുള്ളൂ. അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് നമ്മളെ ആൾക്കാർക്ക്. അങ്ങനത്തിനൊക്കെ നല്ല ഡോക്ടർമാരത്ത് കൊണ്ടുപോയിട്ട് ഒരു ഷീട്ട് കൊടുത്താൽ അത് പറയിപ്പിച്ചാൽ റെഡിയാവും. അതുവരെ ഒഴിവാക്കൂല അല്ലേ? ചില ആളുകളോടൊക്കെ പൊതുവെ നമ്മൾ പറയാണ്, ഈ ഉപയോഗിക്കാൻ നല്ല എണ്ണ ഏതാ? വെളിച്ചെണ്ണയാ അല്ലേ? പൊരിക്കാനും നല്ല തന്നെ, എല്ലാത്തിനും നല്ല. പക്ഷെ റെഡിമെയ്ഡ് ആയിട്ട് വരുന്ന എണ്ണയിലാണ് എല്ലാവർക്കും താല്പര്യം ഓയിൽ ഉപയോഗിക്കാൻ. ആ പൊരിച്ചാൽ കൂടുതൽ ടേസ്റ്റ് ആണ്. വെളിച്ചെണ്ണയുടെ അത്ര ചെലവുമില്ല, അത്ര പിന്നെ ലാഭവും, അത്ര പൈസന്റെ ചെലവുമില്ല എന്നൊക്കെ പറഞ്ഞ് ടേസ്റ്റ് കൂടുതലാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അതിങ്ങനെ കഴിച്ച് വയറുവേദനയോ മറ്റോ ഒന്ന് ടെസ്റ്റിന് പോയപ്പോ ഡോക്ടർ പറഞ്ഞു വയറ്റിനകത്ത് മുഴുവനും പുണ്ണാണ്, പൊരിച്ച വസ്തുക്കളൊക്കെ ഉപേക്ഷിക്കണം. അല്ലല്ലാ, അന്നാണ് നമുക്ക് സങ്കടം വന്ന്. ഇനി ആര് പൊരിക്കുന്ന കൂട്ടുന്ന കണ്ടാലും ആസ്വദിക്കാനേ പറ്റൂ, കഴിക്കാൻ പറ്റൂല. പള്ളയുടെ ഉള്ളിൽ നിറയെ പുണ്ണായിട്ടുണ്ട്. അല്ല ഡോക്ടർ, എന്താ ഈ പുണ്ണ് വരാൻ കാരണം? അതാ പൊരിച്ചത് കൂടുതലും കൂട്ടിയിട്ടാണ്. നിങ്ങൾ വേണമെങ്കിൽ ഒരാഴ്ച ഒന്ന് ടെസ്റ്റ് ചെയ്ത് പരിശോധിച്ച് നോക്ക്. ഒരാഴ്ചക്ക് ഇതൊന്നും കഴിക്കാതെ വന്നിട്ട് നിങ്ങളെ പള്ളയുടെ വേദന എങ്ങനെയുണ്ട് മറ്റൊക്കെ നോക്ക്. അപ്പയാൾക്ക് നല്ല ആശ്വാസം. ഇനി ആ മാർഗം സ്വീകരിച്ചോളൂ. കുറച്ചുകൂടി കഴിഞ്ഞ് ഇപ്പൊ പ്രശ്നമൊന്നുമില്ല എന്ന് നമുക്കിങ്ങനെ തോന്നുമ്പോ പിന്നെയും പൊരിച്ചത് കണ്ടാ പിന്നെയും കയ്യതിലേക്ക് പോകും അല്ലേ? നിർത്താനുള്ളൊരു കഴിവ് വേണ്ടേ? പറ്റൂല എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിവ് വേണ്ടേ? അത് വലിയ കഴിവാണ്. ശരീരത്തിൽ അല്ലാഹു തആല നമുക്ക് ചില സംഗതികളൊക്കെ അല്ലാഹു തആല നിർബന്ധമാക്കി വെച്ചിട്ടുണ്ട്, മാറ്റാൻ പാടില്ല. സ്ത്രീകൾ അവർക്കൊരു മോഹം, കുറെ കാലമായില്ല ഞാൻ പെണ്ണായി നടക്കുന്നു, ഇനി ഒന്ന് ആണാകണം. ആൺകുട്ടികൾക്കൊരു മോഹം, കുറെ കാലമായി ആണായി നടക്കുന്നു, ഞാനൊന്ന് പെണ്ണാകണം. സഹോദരങ്ങളെ, എത്രയാണ് അതിന്റെ അദാബ് എന്നറിയോ? കണ്ടില്ലേ നിങ്ങൾ? ആണായി മാറി എന്ന് പറഞ്ഞ ഒരു കുട്ടിക്ക്, ഒരു പെൺകുട്ടിക്ക് ആണിന്റെ പേരൊക്കെ ഇട്ടിട്ട് ഒരു കുട്ടി ജനിച്ചപ്പോ ഒരു തുള്ളി പാല് കൊടുക്കാൻ ആ പെണ്ണിന് സ്ഥലമില്ല. രണ്ട് ഭാഗവും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് പുരുഷന്റെ സ്ഥലം ഭാഗം പോലെയായപ്പോ ഈ ജനിച്ച കുട്ടിക്ക് ഒരിറ്റ് പാല് കൊടുക്കാനില്ല. റബ്ബ് വെച്ച സൃഷ്ടിപ്പിനൊരു സൗന്ദര്യമുണ്ട്. ലാ തബ്ദീല ലിഖൽഖില്ലാഹ്. അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ സൗന്ദര്യം അത് വേറെ തന്നെയാണ്. അതിന് പകരം സ്വീകരിക്കാൻ പറ്റുന്ന ഒന്നുമില്ല. അതേ സമയത്ത് സഹോദരങ്ങളെ, പല്ല് കൊഴിഞ്ഞു പോയവർക്ക് പല്ല് വെക്കാം, പല്ലൊരാൾക്ക് വെക്കാം. അയാളെ കഴിവനുസരിച്ചുള്ള പല്ല് അയാൾ വെച്ചോട്ടെ. ഭക്ഷണം കഴിക്കുന്നതിനും ഖുർആൻ ഓതുന്നതിനും സംസാരിക്കുന്നതിനൊക്കെ നല്ലതാണത്. അതിന് കുഴപ്പമൊന്നുമില്ല. എല്ലാ സംഗതികളും ഒരുപോലെയാണോ? അല്ല. ഉസ്താദേ, ആ പല്ല് പറഞ്ഞതുപോലെ തന്നെ ഒരു മസാല മുടിക്കും പറഞ്ഞൂടെ? മുടിയെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണോ തങ്ങൾ അങ്ങനെ പറഞ്ഞത്? ലഅനല്ലാഹുൽ വാസിലത വൽ മുസ്തൗസില.
വെപ്പുമുടി വെക്കാൻ വേണ്ടി പോകുന്നവരെയും അത് വെച്ചു കൊടുക്കുന്നവരെയും രണ്ടു കൂട്ടരെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു. ഈ മസല അറിയാഞ്ഞിട്ടാണോ? അതിന് എല്ലാറ്റിനും ഒരേ ശൈലിയല്ല, വേറിട്ട ശൈലിയാണ്. ആണ് പെണ്ണാകാൻ ആഗ്രഹിക്കരുത്, പെണ്ണ് ആണാകാനും ആഗ്രഹിക്കരുത്. എന്നിട്ട് ആ പേരോ ആ രൂപമോ ഭാവമോ മാറ്റരുത്. അത് തെറ്റാണ്. ഒരു കണക്കിന് പറഞ്ഞാൽ അള്ളാഹുവിനോട് മത്സരിക്കലാണ്. അള്ളാഹു നിഷിദ്ധമാക്കിയതിൽ നിന്ന് മാറി നിൽക്കുക, അതാണ് ഏറ്റവും നല്ല അമല്. അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ സജീവമായി മുന്നോട്ട് വരിക. ഈ മൂന്ന് വിഷയങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്തിന്റെ തഫ്സീറിലായി പഠിപ്പിച്ചത്. നല്ല ബുദ്ധി കൊണ്ട് ചിന്തിച്ച് അള്ളാഹുവിന്റെ നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് മാറി നിന്ന് അതേ രൂപത്തിൽ തന്നെ അനുസരിക്കാൻ അള്ളാഹു പറഞ്ഞ മാർഗങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് സജീവതയോടെ മുന്നോട്ട് വന്ന് അങ്ങനെ ജീവിക്കുന്ന ആളുടെ ജീവിതം അഹ്സനു അമല, നല്ല അധ്വാനമാണ്, നല്ല പ്രവർത്തനമാണ്. ഇത് പരിശോധിക്കാനാണ് മൗത്തും ഹയാത്തും പടച്ചത്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല വഹുവൽ അസീസുൽ ഗഫൂർ. റബ്ബ് സുബ്ഹാനഹു വ തആല അവനെ സംബന്ധിച്ച് പഠിപ്പിച്ചത് കണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ അസീസ്, അല്ലാഹു തആല അസീസാണ്. ഈ പറഞ്ഞ രൂപത്തിൽ ആരും ഒന്നും അധ്വാനിച്ചില്ല എന്ന് കൂട്ടിക്കോളൂ, അല്ലാഹു തആലാക്ക് ഒന്നും വരാനില്ല. അവൻ വിജയിക്കുന്നവനാണ്. ഏതെങ്കിലും ആളുകൾ എന്തെങ്കിലും തെറ്റോ മോശത്തരങ്ങളോ ചെയ്തു എന്ന് കരുതിയിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ദുർബലനാകൂല. വഹുവൽ അസീസ് അൽ ഗഫൂർ. എന്തെങ്കിലും ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ സംഭവിച്ചു, നല്ല നിലക്ക് പ്രവർത്തിച്ച് അധ്വാനിക്കുന്ന ആളായിരുന്നു, വീഴ്ചകൾ വന്നുപോയി, അല്ലാഹു ധാരാളം പൊറുക്കുന്നവനാണ്. രണ്ടും പഠിപ്പിക്കാനാണ് ആ രണ്ട് സിഫത്തുകൾ പറഞ്ഞത്. ആരും നല്ല നിലക്ക് പ്രവർത്തിച്ചില്ല എന്ന് കരുതിയിട്ട് അള്ളാഹുവിന് ഒന്നും വരാനില്ല. അള്ളാഹു യോഗ്യനാണ്, ജയിക്കുന്നവനാണ്, അതിജയിക്കുന്നവനാണ്. ഒരാളെ അമല് കൊണ്ടും അല്ലാഹു തആല പൊങ്ങുന്നവനല്ല, അമല് കൊണ്ട് മഹത്വം വർദ്ധിക്കുന്ന ആളല്ല. അതേ സമയത്ത് അധ്വാനിക്കുമ്പോ, നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോ തെറ്റുകുറ്റങ്ങൾ പാളിച്ചകളൊക്കെ സംഭവിച്ചു പോയി അവിചാരിതമായി, അൽ ഗഫൂർ, നന്നായി പൊറുക്കുന്നവനാണ്. ഇത് പഠിപ്പിച്ച ശേഷം റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്നല്ലേ അല്ലാഹ് പറഞ്ഞത്. ആ കഴിവിന്റെ തെളിവ് കണ്ടോ? അല്ലദീ ഖലഖ സബഅ സമാവാതിൻ തിബാഖാ. റബ്ബ് സുബ്ഹാനഹു വ തആല 7 ആകാശങ്ങളെ സംവിധാനിച്ചു, 7 ആകാശങ്ങളെ പടച്ചു. തിബാഖൻ, തട്ടുകളായിട്ട്, അടുക്കുകളായിട്ട് അല്ലാഹു തആല 7 ആകാശങ്ങളെ സൃഷ്ടിച്ചു. മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്. റഹ്മാനായ റബ്ബിന്റെ സൃഷ്ടിപ്പിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു വിയോജിപ്പ്, എന്തെങ്കിലും ഒരു ഏറ്റക്കുറച്ചിൽ, എവിടെയെങ്കിലും ഒരു വ്യത്യാസം, എവിടെയെങ്കിലും ഒരു വിയോജിപ്പ് നിനക്ക് കാണാൻ പറ്റുമോ? ഇല്ല. ഏതെങ്കിലും ഒരു ബിൽഡിംഗ് നിർമ്മിച്ചാല് വന്ന് നോക്കിയിട്ട് പറയില്ലേ, ഇതാരാണ് തേപ്പ് നടത്തിയത്, ആരാ പെയിന്റിങ് നടത്തിയത്, ആരാണ് സീലിംഗ് നടത്തിയത്? സീലിംഗ് ശരിയായിട്ടില്ല, അവിടെ വെച്ചത് ശരിയായിട്ടില്ല, ഇവിടെ തേച്ചത് മുഴുവനായിട്ടില്ല. ഒന്ന് നോക്കൂ ആകാശത്തട്ടുകളിലേക്ക്, എവിടെയെങ്കിലും എന്തെങ്കിലും യോജിപ്പില്ലായ്മ കാണുന്നുണ്ടോ? മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്. റഹ്മാനായ റബ്ബിന്റെ സൃഷ്ടിപ്പില് എവിടെയും ഒരു ചേർച്ചയില്ലാത്ത സ്വഭാവം കാണാനൊക്കൂല. ആകാശങ്ങളെ പറ്റി ചിന്തിക്കണം മനുഷ്യന്മാര്. അള്ളാഹുവിന്റെ ഖുദ്റത്തിന്റെ ഒരു തെളിവാണത്. അള്ളാഹുവിന്റെ ഖുദ്റത്തിന്റെ മേൽ എങ്ങനെയാണ് ആകാശം തെളിവാകുന്നത്? ഇമാം റാസി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു, ആകാശം കണ്ടില്ലേ, അള്ളാഹു നിർത്തിയിരിക്കുന്നത് ഒരു തൂണും ഇല്ല, ഒരു ചെങ്ങലയും ഇല്ല. അങ്ങനെ സംവിധാനിക്കാൻ കഴിയോ? ഒന്നുമില്ലാത്ത രൂപത്തിൽ, അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു ടച്ച് ഇല്ലാത്ത രൂപത്തിൽ എന്തെങ്കിലും ഒന്ന് നിർമ്മിക്കാൻ കഴിയോ? ഏതെങ്കിലും ഒന്ന്, വാഹനാകട്ടെ, ഉപകരണങ്ങളാകട്ടെ, അല്ലെങ്കിൽ നടക്കാനുള്ളതാകട്ടെ, പിടിക്കാനുള്ളതാകട്ടെ, എന്തെങ്കിലും ഒന്ന്
ഓ നല്ല നല്ല പന്തലാണല്ലോ നിർമ്മിച്ചിരിക്കുന്നത്. പന്തലിന് എവിടെയും തൂണില്ലല്ലോ. തൂണില്ലേ? എന്നാ പന്തലിനൊക്കെ വലിച്ചു കിട്ടിയ നല്ല കയറുണ്ടാവും. പന്തലിന് തൂണിന്റെ പകരം കാറിലാണ് പന്തലുള്ളത്. ഓ ഒരു ചെറിയ ഒരു കാറിന്റെ മുകളിലൂടെയാണല്ലോ ഒരാൾ നടന്നു പോകുന്നത്. ഓ കാറിന്റെ മുകളിലൂടെ, ഉപകരണങ്ങളിലൂടെ, ഏതെങ്കിലും ഒരു ബന്ധങ്ങളിലൂടെ എന്ത് ബന്ധിപ്പിച്ചാലും അതിനപ്പുറം ഇപ്പുറം ഒന്നുണ്ട്. ആകാശം അല്ലാഹു തആല സംവിധാനിച്ചത് ഒരു തൂണുമില്ല. തൂണുണ്ടോ? എവിടെങ്കിലും കാണാൻ പറ്റുന്നില്ല അല്ലെ? ഒരു തൂണുമില്ല, ഒരു ചെങ്ങലയില്ല. എന്തൊരു കഴിവാണ് റബ്ബിന്റെ കഴിവ്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആകാശത്തെ അല്ലാഹു തആല നിർമ്മിച്ചതിൽ മറ്റൊരു സൗന്ദര്യം പറയുന്നത്, ഓരോ ആകാശത്തിനും അല്ലാഹു തആല നിർണിത അളവ് കൊടുത്തിട്ടുണ്ട്. എല്ലാ ആകാശത്തിനും ഒരേ അളവല്ല. അല്ല, ആണോ? അല്ല, മാറ്റമുണ്ട്. എല്ലാ ആകാശത്തിനും ഒരേ കട്ടിയും അല്ല. കട്ടിയിലും രൂപത്തിലും ഭാവത്തിലും ഒക്കെ മാറ്റമുണ്ടെങ്കിലും നമ്മുടെ ദൃഷ്ടിയിലെത്തുന്നത്, നമ്മളെ സംവിധാനത്തിലെത്തുന്നതിന് സൗന്ദര്യത്തിന്റെ ഒരു കുറവും കാണുന്നില്ല. നിശ്ചിത അളവും നിശ്ചിത വലുപ്പവും നിശ്ചിത കുറവും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്തൊരു സൗന്ദര്യമാണ്! അതേ ഓരോ ആകാശങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സഞ്ചാര വേഗത നൽകിയിട്ടുണ്ട്. ആകാശം സഞ്ചരിക്കുന്നില്ലേ? സഞ്ചരിക്കുന്നുണ്ട്. ആകാശം സഞ്ചരിക്കുന്നുണ്ട്. കുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ. കഴിഞ്ഞ കൊല്ലം സൂറത്ത് യാസീൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, കുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ. ഓരോന്നും, ആകാശവും ശംസും ഖമറും അതിലുള്ള നക്ഷത്രങ്ങളും ഒക്കെ കുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ, നിശ്ചിത ഭ്രമണപഥത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. വേഗത്തിലുള്ള അതിന്റെ സഞ്ചാരത്തെ സൂചിപ്പിക്കുന്നതിനാണ് യസ്ബഹൂൻ, നീന്തിക്കൊണ്ടിരിക്കുന്നു എന്ന പ്രയോഗം അല്ലാഹു നടത്തിയത്. നീന്താന്ന് പറഞ്ഞാൽ നല്ല സ്പീഡുള്ളതാണല്ലോ, ചെറുതൊന്നുമല്ല. ഇവിടെ മുങ്ങിയാൽ കുറെ അപ്പുറത്തെ ആള് പൊങ്ങുന്നത് കാണുള്ളൂ. നല്ല സ്പീഡിലാണ് അടിയിലൂടെ ഊളിയിട്ട് പോകുന്നത്. ആ നീന്തലിൽ ഏറ്റവും സ്പീഡുള്ളവരല്ലേ മത്സ്യങ്ങൾ. എത്ര സ്പീഡിലാണ് അവർ നീന്തുന്നത്! ഒരു മത്സ്യത്തെ കിട്ടാൻ വേണ്ടി ഇവിടെ കൊക്കയിട്ട് വലിച്ചു നോക്കുമ്പോ ആ മത്സ്യം അപ്പുറത്ത് 1000 മീറ്റർ അപ്പുറത്താ പിന്നെ തല പൊക്കുന്നത്. എത്ര പെട്ടെന്നാണ് സെക്കൻഡുകൾക്കുള്ളിൽ അവിടെ എത്തിയത്! സഞ്ചാര വേഗതയിൽ ഓരോ ആകാശത്തിനും അല്ലാഹു അളവ് നൽകിയിട്ടുണ്ട്. എന്നാ സഹോദരങ്ങളെ, ആ ആകാശങ്ങൾ മുഴുവനും നിർമ്മിതമാണ്, അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. ഒന്നും സ്വയമായി ഉണ്ടായതല്ല. ആകാശങ്ങൾ മുഴുവനും ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നൊരു സന്ദർഭവും വരാനുണ്ട്. ആകാശങ്ങളിൽ ജ്വലിക്കുന്ന നക്ഷത്രങ്ങൾക്കും സൂര്യനും ചന്ദ്രനും അല്ലാഹു തആല പരിധി വെച്ചിട്ടുണ്ട്. കാലാകാലവും നിലനിൽക്കുന്നതാണോ? അല്ല. അല്ലാഹുവിന്റെ സൃഷ്ടിജാലങ്ങളല്ലേ, അതിനൊക്കെ അവസാനങ്ങൾ അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. തട്ടുകളായി അല്ലാഹു തആല സൃഷ്ടിച്ചു വെച്ചതില് മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്, അല്ലാഹുവിന്റെ ഈ സൃഷ്ടിപ്പില് എവിടെയും ഒരു വീഴ്ചയും ഒരു പോരായ്മയും നിനക്ക് കാണാൻ കഴിയൂല. യോജിപ്പില്ലാത്ത ഒരു വിഷയം ആകാശലോകത്ത് എവിടെയെങ്കിലും ഈ നിർമ്മാണത്തിന്റെ ഭംഗിയില് നോക്കിയിട്ട് നീ കാണുന്നുണ്ടോ? ഇല്ല. അതെന്താ പഠിപ്പിക്കുന്നത്? റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഖുദ്റത്താണ് പഠിപ്പിക്കുന്നത്. ഇങ്ങനെ പടക്കാൻ സൃഷ്ടിക്കാൻ കഴിവുള്ളവനല്ലേ അല്ലാഹു തആല. അതിൽ മാത്രമല്ല സഹോദരങ്ങളെ, ആകാശങ്ങളിൽ മാത്രമല്ല, മനുഷ്യന്റെ ശരീരത്തിലും അല്ലാഹു തആല തന്നത് ഓരോന്നും യോജിപ്പോടുകൂടെയല്ലേ. കൈകൾ നോക്ക് നിങ്ങൾ, 2 കൈയിന്റെയും വിരലുകൾ നോക്ക്. ആ വിരലുകൾ അതാ മൊത്തം കൂട്ടിപ്പിടിക്കാൻ കഴിയുന്നു. ഓരോ വിരലുകളും വെച്ച് നോക്കിയാൽ എന്ത് ഭംഗിയാണ്! മൂക്ക് കണ്ടില്ലേ? മൂക്കിന്റെ 2 ദ്വാരങ്ങളും ഒരേ വലുപ്പത്തിലല്ലേ സംവിധാനിച്ചത്. ഒന്നിനേക്കാൾ ഒന്നിന് വലുപ്പം കുറവാണെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടല്ലേ. കാതിന്റെ അളവ് നോക്ക് നിങ്ങൾ, എത്ര കൃത്യമായിട്ടാണ്. പല്ലിന്റെ അളവ് നോക്ക് നിങ്ങൾ, എത്ര കൃത്യമായിട്ടാണ്. എല്ലാ പല്ലും ഒരേ രൂപത്തിലല്ല. പല പല്ലുകളും പലതിനും ഉള്ളതാണ്. ചില പല്ലുകളൊക്കെ ഉളി പോലെയാണ് അല്ലാഹു വെച്ചിരിക്കുന്നത്. ചിലതൊക്കെ ചക്രങ്ങളെ പോലെയാ വെച്ചിരിക്കുന്നത്. ചിലതോ കത്തി പോലെയാ വെച്ചിരിക്കുന്നത്. ചിലത് നല്ലോണം പരന്നിട്ടും ചിലത് നല്ലോണം മുടി പോലെയും ചിലത് ചക്രങ്ങളെ പോലെയും ചിലതിന് ചക്രങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും ഫിറ്റ് ചെയ്തതുപോലെയും. കടിക്കാനും പിടിക്കാനും പൊട്ടിക്കാനും ചവക്കാനും മരക്കാനും ഒരേ പല്ലുകളല്ല, വിവിധ രൂപത്തിലുള്ള പല്ലുകളാണ്.
വിവിധ രൂപത്തിലുള്ള പല്ലുകളല്ലേ അള്ളാഹു വെച്ചിരിക്കുന്നത്. ആ പല്ലുകൾക്കിടയിൽ അള്ളാഹു സംവിധാനിച്ച നാവ് കണ്ടില്ലേ? ആ നാവ് എന്തൊരു സൗന്ദര്യമുള്ള നാവാണ്, എന്തൊരു അവയവമാണ്. ആ നാവ് ഈ രൂപത്തിലൊക്കെ സംസാരിക്കുന്നതിനും മറ്റുമൊക്കെ ശക്തി പകരുന്നൊരു അവയവമാണ് നാവ്. ആ നാവിലൂടെ സദാ ഭക്ഷണം കഴിച്ചാലും ഇല്ലെങ്കിലും ഒരു ഉമിനീരിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ സഹോദരങ്ങളെ സംസാരങ്ങളും വിനിമയങ്ങളും നടക്കുന്നത്. ആ ഉമിനീരില്ലെങ്കിലോ ശബ്ദം പുറത്തേക്ക് വരില്ല. എവിടുന്നാണ് ഈ ഉമിനീരിന്റെ ഉൽപാദനം? ഭക്ഷണം കഴിച്ചിട്ടാണ് ഉമിനീരുണ്ടാകുന്നത് എന്നാണോ കരുതുന്നത്? ഭക്ഷണം കഴിക്കാതെ ജീവിക്കുന്ന ആളുകൾക്കും ഭക്ഷണം തീരെ കിട്ടാതെ മാസങ്ങളോളം കഴിഞ്ഞവർക്കും ഉമിനീരുണ്ട്. അതേ ഭക്ഷണം കഴിക്കാതെ ചെറിയ വെള്ളം മാത്രം കുടിച്ച് ജീവിക്കുന്ന, വെള്ളം മാസത്തിൽ ഒരിക്കലോ 2 പ്രാവശ്യമോ മാത്രം വെള്ളം കഴിക്കുന്ന ജീവികൾക്കും ആരോഗ്യത്തിന് അല്ലാഹു ഒരു കുറവും കൊടുത്തിട്ടില്ല. എത്ര ജീവികളുണ്ടങ്ങനെ ജീവിക്കുന്നവര്? റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ശരീരത്തിൽ തന്ന ഓരോന്നിലും നല്ല യോജിപ്പുണ്ട്, നല്ല ബന്ധമുണ്ട്. അല്ലാഹുവിന്റെ സൃഷ്ടിജാലങ്ങളിൽ എല്ലാറ്റിലും അങ്ങനെ കാണാം. റബ്ബ് തആല നമ്മളോട് പറയുന്നു, ഫർജിൽ ബസറ ഹൽ തറാ മിൻ ഫുതൂർ. നിന്റെ കണ്ണ്, നിന്റെ ദൃഷ്ടി ഒന്ന് നീ ആകാശ ലോകത്തേക്കൊന്ന് തിരിക്കണം. ആകാശ ലോകത്തേക്ക് നിന്റെ ദൃഷ്ടിയെ ഒന്ന് നീ മടക്കണം. ഹൽ തറാ മിൻ ഫുതൂർ. നോക്കിയിട്ട് നീ കാണുന്നുണ്ടോ? എന്തെങ്കിലും വീഴ്ച കാണുന്നുണ്ടോ? പോരായ്മ കാണുന്നുണ്ടോ? വിള്ളല് കാണുന്നുണ്ടോ? പൊട്ടലും ചീറ്റലും കാണുന്നുണ്ടോ? ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് 10 വർഷമായപ്പോഴേക്ക് പല ഭാഗത്തും മെയിൻ്റനൻസ് വർക്കിന് സമയമായി. പൊളിച്ച് രണ്ടാമത് കെട്ടിയിട്ടില്ലെങ്കിൽ അവിടെ പൊളിഞ്ഞു വീഴും. ഇടി തട്ടിയപ്പോഴേക്ക് വിണ്ടുപോയി. എത്ര കാലമായി ആകാശം ഇങ്ങനെ നിർത്തുന്നത്? എവിടെങ്കിലും ഒരു പൊള്ളലോ ചീറ്റലോ കുടിയോ ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും വിള്ളലോ എന്തെങ്കിലും കാണുന്നുണ്ടോ? ഒന്ന് കണ്ണു തുറിച്ചു നോക്കാൻ. ഫർജിൽ ബസർ. ആകാശങ്ങൾ പഠനം നടത്തിയിട്ട് അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ അള്ളാഹു വെച്ചൊരു സൃഷ്ടിയാണ്. ആകാശത്തേക്ക് നിന്ന് ദൃഷ്ടിയെ നീ മടക്കണം. ഹൽ തറാ മിൻ ഫുതൂർ. വല്ല വീഴ്ചയും വല്ല പോരായ്മയും കാണുന്നുണ്ടോ? എന്തെങ്കിലും വിള്ളൽ കാണുന്നുണ്ടോ? മാറ്റങ്ങൾ കാണുന്നുണ്ടോ? സുമ്മർജിൽ ബസറ കറതൈൻ. ആവർത്തിച്ച് നീ പഠനം നടത്തണം. ആവർത്തിച്ച് നീ പഠനം നടത്തണം. രണ്ടാമത് ഒന്നുകൂടി നോക്കണമെന്നല്ല. ആദ്യം പറഞ്ഞ് നിന്റെ കണ്ണുകൊണ്ട് നോക്കണം. രണ്ടാമത് പറഞ്ഞത് രണ്ടാമതും നീ ഒന്ന് ചിന്തിക്കണം. സുമ്മർജിൽ ബസറ കറതൈനി. ആവർത്തിച്ച് നീ പഠിക്കണം. പഠിച്ചിട്ടോ യൻഖലിബ് ഇലൈക്കൽ ബസറു ഖാസിഅൻ വഹുവ ഹസീർ. എത്ര നീ പഠനം നടത്തിയാലും നിന്നിലേക്ക് നിന്റെ കാഴ്ച, നിന്റെ ദൃഷ്ടി മടങ്ങി വരും. ഖാസിആ. അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിൽ ഒന്നും പറയാൻ കഴിയാതെ പരാജയപ്പെട്ടുകൊണ്ട് നിന്റെ പഠനം നിന്നിലേക്ക് തിരിച്ചു വരും. ഏത് രൂപത്തിൽ നീ പഠിച്ചാലും, ഏത് രൂപത്തിൽ പഠനം നടത്തിയാലും, ഭൂമിശാസ്ത്രമായിട്ടോ ആകാശശാസ്ത്രമായിട്ടോ ആകാശമണ്ഡലങ്ങളിൽ അല്ലാഹു സ്ഥാപിച്ച സൃഷ്ടിജാലങ്ങളെ കുറിച്ച് പഠിച്ചിട്ടോ എങ്ങനെ പഠിച്ചാലും യൻഖലിബ് ഇലൈക്കൽ ബസറു ഖാസിഅൻ വഹുവ ഹസീർ. ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മനുഷ്യാ ലൗ കറർതഹു മറത്തൻ ബഅദ മറ ഇലാ യൗമിൽ ഖിയാമ. ആവർത്തിച്ച് നീ ആകാശത്തെ കുറിച്ച് പഠനം നടത്തി, ഖിയാമത്ത് നാൾ വരെ പഠനം നടത്തി, ലം തറ ഫീഹി ഫുതൂർ. എത്ര പഠിച്ചാലും ഒരു വിള്ളലും ഒരു പോരായ്മയും ഒരു കുറവും ആകാശ ലോകത്ത് നിനക്ക് കണ്ടെത്താൻ കഴിയൂല. നല്ലോണം മനുഷ്യൻ ആകാശത്തെ പറ്റി ചിന്തിക്കണം, നല്ലോണം പഠിക്കണം, റബ്ബിന്റെ ഈ ഖുദ്റത്ത് മനസ്സിലാക്കണം. ചിന്തിച്ചുകൊണ്ട് സഹോദരങ്ങളെ, യൻഖലിബു ഇലൈക്കൽ ബസറു ഖാസിഅൻ. പരാജയപ്പെട്ടുകൊണ്ട് നിന്റെ പഠനം, നിന്റെ ദൃഷ്ടി നിന്നിലേക്ക് മടങ്ങി വരും. വഹുവ ഹസീർ. പഠിക്കുന്ന മനുഷ്യൻ അവൻ ദുർബലനായി പോകുന്നു. അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളെ കുറിച്ച് വിവേകത്തോടെ സംസാരിക്കുന്ന, ബുദ്ധിയോടെ ഉൾക്കൊള്ളുന്ന മനുഷ്യൻ വഹുവ ഹസീർ. അവൻ ദുർബലനായി തീരുന്നു. ഗവേഷണം നടത്തിയിട്ട് എന്റെ ഗവേഷണം എവിടെയും
എത്തിക്കാൻ എനിക്ക് കഴിയുന്നില്ല. അള്ളാഹു പടച്ചതിലോ എവിടെയും ഒരു കുറവും ഞാൻ കണ്ടെത്തുന്നില്ല. ആ ആകാശ ലോകത്ത് കണ്ടില്ലേ, ഒന്നാനാകാശത്തിന്റെ ഒരു മഹത്വം അള്ളാഹു പറയുന്നത്, വലഖദ് സയ്യന്ന സമാഅദ് ദുനിയാ ബിമസ്വാബി. ഒന്നാനാകാശത്തെ നമ്മൾ അലങ്കരിച്ചു, ബിമസ്വാബിഹ, വിളക്കുകൾ കൊണ്ട് അലങ്കരിച്ചു. ഒന്നാനാകാശത്ത് ധാരാളം വിളക്കുകൾ കാണുന്നില്ലേ, ജ്വലിക്കുന്ന ഒരുപാട് പ്രകാശിക്കുന്ന നക്ഷത്രങ്ങളെയും അതുപോലെ തന്നെ ഒരുപാട് പ്രകാശിക്കുന്ന സൃഷ്ടിജാലങ്ങളെയും അല്ലാഹു സംവിധാനിച്ചു വെച്ചു. വലഖദ് സയ്യന്ന സമാഅദ് ദുനിയാ ബിമസ്വാബിഹ വജഅൽനാഹാ റുജൂമൻ ലിശ്ശയാത്തീൻ. ആ നക്ഷത്രങ്ങളെ നമ്മൾ സംവിധാനിച്ചത് പിശാചുക്കളെ എറിയാൻ വേണ്ടിയാണ്. ശൈത്താന്മാർക്ക് ആദ്യം ഒന്നാനാകാശത്തിലേക്കുള്ള പ്രവേശനം ഉണ്ടായിരുന്നു. ഒന്നാനാകാശത്തിൽ അവർ ചെന്ന് അള്ളാഹു നൽകിയ കഴിവുകൊണ്ട് ഒന്നാനാകാശത്തിൽ നിന്ന് ചില വാർത്തകളൊക്കെ കേട്ടുകൊണ്ട് ഭൂമിയിൽ വന്ന് ജ്യോത്സ്യന്മാർക്കും മറ്റും പകർത്തി കൊടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അതിന് പൂർണ്ണമായും അവസാനം കുറിച്ചത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൂമിയിൽ ഉദയം ചെയ്ത അന്നാണ്. പതിവ് പോലെ സൂര്യൻ ഉദിച്ച് കുറച്ചു നേരം കഴിഞ്ഞപ്പോ ശൈത്താൻ പറഞ്ഞു കൂട്ടാളികളോട്, എല്ലാവരും ആകാശത്തേക്ക് ഉയർന്ന് പുതിയ വല്ല വാർത്തകളുണ്ടെങ്കിൽ കൊണ്ടുവരണം. ആകാശത്തേക്ക് അങ്ങോട്ട് പറന്നുയർന്ന ശൈത്താന്മാര് അവരെ ശരീരത്തിന്റെ ഭാഗങ്ങൾ പലതും കത്തിക്കരിഞ്ഞ രൂപത്തിലാണ് തിരിച്ചു വന്നത്. എന്നിട്ട് നേതാവിനോട് പറഞ്ഞു, നേതാവേ, ആകാശത്തിലേക്ക് ഇനി നമുക്ക് കയറാൻ പറ്റൂല, അങ്ങോട്ടുള്ള വഴികളൊക്കെ അടക്കപ്പെട്ടിരിക്കുന്നു. ഞങ്ങളെ ശരീരങ്ങളിലേക്ക് പ്രത്യേകം ഉൽക്കവർഷം നടന്നിട്ടുണ്ട്, ഉൽക്ക വർഷിച്ചിട്ടുണ്ട്, പ്രകാശമുള്ള നക്ഷത്രങ്ങളെ കൊണ്ട് ഏറ് കിട്ടിയിട്ടുണ്ട്. സഹോദരങ്ങളെ, ഒരു നക്ഷത്രത്തിന്റെ വലുപ്പം ഈ ഭൂമിക്ക് താങ്ങാൻ പറ്റൂല. ഭൂമിയിലേക്ക് നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുന്നൊരു സംഭവം ലോകത്ത് വരാനുണ്ട്. ആ നക്ഷത്രങ്ങളുടെ പ്രകാശ കിരണങ്ങളൊക്കെ കെട്ടണഞ്ഞ ശേഷം അല്ലാഹു തആല അവസാന നാളിന്റെ അടയാളങ്ങളായി പഠിപ്പിച്ചിട്ടുണ്ട്. സൂറിൽ ഊത്ത് നടക്കുന്നതിന്റെ മുമ്പ് അന്നിവിടെ വിശ്വാസികൾ ആരെങ്കിലും ഉണ്ടാകുമോ? ആരും ഉണ്ടാകൂല. മുഅ്മിനീങ്ങളൊക്കെ പിരിഞ്ഞ ശേഷം തനിച്ച ദുർമാർഗികൾ മാത്രം ഭൂമിയിൽ നിൽക്കുന്ന ഒരു ഘട്ടം വരാനുണ്ട്. 10 അടയാളങ്ങൾ ലോകത്ത് വരാനുണ്ട്. ഖിയാമത്ത് നാളിന്റെ വലിയ അടയാളങ്ങൾ. 10 വന്നവനെ ഇല്ല, 10 വന്നിട്ടില്ല. 10 ഓരോ ഒന്ന് വന്നു തുടങ്ങി അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഓരോന്ന് വരും. അതിലാദ്യമായിട്ട് ഭൂമിയിൽ സംഭവിക്കുന്ന ഒരു അടയാളമാണ് മസീഹുദ് ദജ്ജാലിന്റെ വരവ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അത് ചെറിയൊരു ഫിത്നയൊന്നുമല്ല. അതുകൊണ്ടാണ് നിസ്കാരത്തിലടക്കം മുൻ ഫിത്നത്തിൽ മസീഹുദ് ദജ്ജാൽ എന്ന് കാവൽ ചോദിക്കുന്നത്. അങ്ങനെയുള്ള 10 ദൃഷ്ടാന്തങ്ങൾ, അടയാളങ്ങൾ വടിവടിയായി വന്നു കഴിഞ്ഞാൽ 10ഉം അവസാനിച്ചാൽ പിന്നെ യമനിൽ നിന്നൊരു തണുത്ത കാറ്റടിച്ച് വീശുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തണുത്ത കാറ്റ് വരലോടെ ഈമാനുള്ള എല്ലാ ആണും പെണ്ണും മരിച്ചു പിരിയും. ഓരോ ദേശത്തുള്ള ആളുകളും അങ്ങനെ മരിച്ചു പിരിയും. പിന്നെ ഭൂമി ലോകത്ത് വിശ്വാസമില്ലാത്ത ദുർമാർഗികൾ മാത്രമേ ബാക്കിയുണ്ടാവൂ. അവരിലാണ് സൂര്യഗോളം ചുരുട്ടപ്പെടുന്ന, നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുന്ന, കാട്ടിലെ ജീവികളൊക്കെ നാട്ടിലേക്ക് എത്തുന്ന ആ ഒരു സ്വഭാവം ഉണ്ടാകുന്നു. ഏതെങ്കിലും ഭാഗത്ത് പുലി ഇറങ്ങി മറ്റു നല്ല കേട്ടതു എല്ലാ ഭാഗത്തും ഒരുപോലെ പുലിയും ആനയും സിംഹവും ഒക്കെ വരും. കാട്ടിലെ മൃഗങ്ങൾ മുഴുവനും നാട്ടിലെത്തിയാൽ എല്ലാവരും വരും. കാരണം ഈ നക്ഷത്രങ്ങള് അതിന്റെ പ്രകാശ കിരണങ്ങൾ അസ്തമിച്ച ശേഷം കാട്ടിൽ വീണാൽ കാട്ടിലുള്ളവർ പേടിച്ചുപോയി. കാട്ടിലുള്ളവരൊക്കെ നാട്ടിലേക്ക് വന്നു. ജനങ്ങൾ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഇബ്നു കസീർ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങാടികളൊക്കെ സജീവമായി ഇങ്ങനെ തുടർന്ന ആളുകൾ പ്രവർത്തിക്കുമ്പോ പെട്ടെന്നാണ് സൂര്യഗോളം അണഞ്ഞുപോയത്. വല്ലാത്തൊരു ഇരുട്ട് ലോകത്ത് പരക്കുകയാണ്. പരിഭ്രമിക്കുന്ന ആളുകൾ വീട്ടിലേക്ക് പോയി നോക്കുന്നു. ആശ്രയിക്കാനുള്ള ഒരു സ്ഥലമല്ലേ വീട്. വീട്ടിലേക്ക് എത്തുമ്പോ വീട്ടിന്റെ മുറ്റത്തതാ ആന, വേറൊരു ഭാഗത്ത് സിംഹം, വേറൊരു ഭാഗത്ത് പാമ്പ്, പലതും നിൽക്കുന്നുണ്ട്. പക്ഷേ ഒന്നിനും അതാ കടിക്കുന്ന, പിടിക്കുന്ന, പ്രഹരിക്കുന്ന വാസനയില്ല. ഒന്നും ആക്രമിക്കുന്നില്ല. അക്രമവാസനയോടെ വന്നു നിൽക്കുകയല്ല, പേടിച്ചരണ്ട് കൊണ്ട് വന്നു നിൽക്കുകയാണ്.
കാട്ടിൽ അല്ലാഹു തആല നക്ഷത്രങ്ങളെ വീഴ്ത്തിയപ്പോ കാട്ടിലുള്ള ജീവികൾ പേടിച്ചുകൊണ്ട് നാട്ടിലേക്ക് വന്നു നിന്നു. മനുഷ്യന്മാരും പേടിയിലാണ്. പത്തും തികഞ്ഞു നിൽക്കുന്ന ഒട്ടകത്തെ ശ്രദ്ധിക്കാൻ ആളില്ലാതെ പോയാൽ പത്തും തികഞ്ഞു നിൽക്കുന്ന ഒട്ടകങ്ങളൊക്കെ ഒരേ നിൽപ്പിലാണ്. എവിടെയും ഒട്ടകത്തെ നോക്കാത്ത ആള് പ്രസവിക്കാനായെങ്കിലും ഒട്ടകത്തെ നോക്കും. കാരണം കുഞ്ഞിനെ കിട്ടും, പാലും കിട്ടും. ആ നിരക്കെങ്കിലും കൊണ്ടുപോയി കെട്ടിയിടും. പക്ഷേ അന്നും ഒട്ടകങ്ങൾ വെറുതെ നിൽക്കുകയാണ്. വൈദൽ ബിഹാറു സുജ്ജിറത്ത്, സമുദ്രങ്ങളൊക്കെ കത്തിക്കപ്പെടുന്നു. എല്ലാ ഭാഗത്തുള്ള സമുദ്രങ്ങൾ കത്തിക്കപ്പെടുകയാണ്. സഹോദരങ്ങളെ, സമുദ്രം കത്തുമോ എന്ന് സംശയിക്കണ്ട. സമുദ്രത്തിന്റെ അടിയിലും ഇന്ധനമുണ്ട് എന്നല്ലേ ശാസ്ത്രലോകം പറയുന്നത്. പെട്രോൾ പോലത്തെ സംഗതികളൊക്കെ കരയിലുള്ളത് പോലെ തന്നെ എവിടെയുണ്ട്? കടലിലുണ്ട്. കമ്പം കത്തല് കത്തും. കത്തിക്കഴിഞ്ഞാൽ 6 അടയാളങ്ങളും സംഭവിച്ചു കഴിഞ്ഞ് ഭൂമി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒന്നാമത്തെ ഊത്ത് നടക്കും. ആ ഊത്ത് നടന്നു കഴിഞ്ഞാൽ പിന്നെ ഭൂമിയിൽ എവിടെയൊന്നുമില്ല, ഒക്കെ തകർന്ന് തരിപ്പണമായി. പിന്നെ കുറച്ചുകൂടി സമയം കഴിഞ്ഞിട്ട്, കുറച്ചുകൂടി വർഷങ്ങൾ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഊത്തോടുകൂടെ പുനർജീവിതം നടക്കും. അപ്പൊ ആ ഘട്ടത്തില് ആകാശങ്ങളിൽ നിന്ന് നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുന്നൊരു സ്വഭാവമുണ്ട്. അത് എറിയാൻ വേണ്ടിയല്ല നക്ഷത്രങ്ങളുടെ അവസാനത്തെ ഒരു വീഴ്ചയാണ്. അതിനു മുമ്പ് നക്ഷത്രങ്ങളുടെ ഏറുവെക്കും. ആ ഏറ് വെച്ചൊരു ഘട്ടമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദയം ചെയ്ത ഘട്ടം. ശൈത്താന്മാർ വന്നിട്ട് പറഞ്ഞു അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. അതാണ് നമ്മുടെ മൗലിദ് കിതാബിലൊക്കെ പഠിപ്പിക്കുന്നത്. റുമിയത്തി ശയാത്തീനു ബിശ്ശുഹുബി സവാഖിബ്, പിശാചുക്കൾ എറിയപ്പെട്ടു, പ്രകാശിക്കുന്ന ചെങ്കോലുകളെ കൊണ്ട് എറിയപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിവസമാണത്. അവര് വന്നു പറഞ്ഞു. അപ്പൊ ശൈത്താന്മാരുടെ നേതാവ് പറഞ്ഞു, എങ്കിൽ മുകളിലേക്ക് കയറാൻ പറ്റുന്നില്ലെങ്കിൽ ഭൂമിയിൽ എന്തോ ഒരു അത്ഭുതം സംഭവിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം. തങ്ങൾ ജനിച്ചിട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഭൂമിയിൽ ഒന്നാകെ അന്വേഷിച്ചപ്പോ ശൈത്താന്റെ നേതാവിന് വിവരം കിട്ടി, ഇബ്ലീസിന് വിവരം കിട്ടി. ഇന്നാണ് മക്കയിൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദയം ചെയ്തത്. വാവിട്ട് പൊട്ടിക്കരഞ്ഞുപോയി. ആകാശലോകത്തേക്കുള്ള എന്റെയും എന്റെ അനുയായികളുടെയും എല്ലാ സഞ്ചാരവും നിർത്തപ്പെട്ടെങ്കിൽ, അതിനി ഒരു നിലക്കും അങ്ങോട്ട് കയറാൻ പറ്റാത്ത അവസ്ഥ വന്നെങ്കിൽ ഭൂമിയിലും നമുക്ക് സ്വാധീനം കുറഞ്ഞു പോകും. ഈ നബിയുടെ ഉമ്മത്തിൽ നിന്ന് പല പല ആളുകളെയും നമുക്ക് പിടിച്ചാൽ കിട്ടൂല. എത്ര ആളുകളെ വഴിതെറ്റിക്കാൻ വേണ്ടി ശൈത്താന്മാര് പിന്നാലെ പോയിട്ടുണ്ട്. തോറ്റ് പിന്തിരിഞ്ഞതല്ലേ സഹോദരന്മാരെ? പലപ്പോഴും അവരടുത്തേക്ക് പോകാൻ കഴിയാതെ മാറിപ്പോയതല്ലേ? പല മഹാന്മാരും അവരെ ആട്ടിയോടിച്ചതല്ലേ? എത്ര പിന്തിരിപ്പന്മാരായിട്ട് ശൈത്താന്മാർ ചെന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ആ ശൈത്താന്മാരെ എറിയാൻ വേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആല ഈ നക്ഷത്രങ്ങളെ സംവിധാനിച്ചു. ഇനി മുകളിലുള്ള ഒരു വാർത്തയും ഒരൊറ്റ ആളെ മനസ്സും സംശയിപ്പിക്കുന്ന ഒരു പ്രവർത്തനവും ഒരു ശൈത്താനും നടത്തിക്കൂടാ. ഇനി എന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണോ വഹി മുഖേന പറയുന്നത്, ജനങ്ങളത് അംഗീകരിക്കുക. ജിന്നുകളും അത് സ്വീകരിക്കുക, ശൈത്താന്മാരും അത് സ്വീകരിക്കുക. മേൽഭാഗത്തേക്ക് ഇനി ആർക്കും പ്രവേശനമില്ല. അവരുടെ പ്രവേശനങ്ങളൊക്കെ നിർത്തപ്പെട്ടു. വഅതദ്നാലഹും അദാബസ്സഈർ, പിശാചുക്കൾക്ക് നമ്മൾ നരകത്തിന്റെ കത്തിജ്വലിക്കുന്ന ശിക്ഷ ശൈത്താന്മാർക്ക് വേണ്ടി നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്നു. ജഹന്നമിനെ പറ്റി പറയുമ്പോ തുടക്കത്തിൽ തന്നെ അല്ലാഹു തആല ഇനി അതിനെ സംബന്ധിച്ച് വിവരിക്കുകയാണ്. വലില്ലദീന കഫറൂ ബിറബ്ബിഹിം അദാബു ജഹന്നം. അതേ റബ്ബിനെ നിഷേധിച്ച് നടന്ന ആളുകൾ, റബ്ബിന് നന്ദികേട് പ്രവർത്തിച്ച് നടന്ന ആളുകൾ, ശൈത്താന്മാരാകട്ടെ അല്ലാത്തവരാകട്ടെ, അവർക്ക് മാത്രമല്ല മനുഷ്യരിൽ നിന്നും പിശാചുക്കളിൽ നിന്നും റബ്ബിന് നന്ദികേട് പ്രവർത്തിച്ചവർക്കുണ്ട് അദാബു ജഹന്നം, ജഹന്നമിന്റെ ശിക്ഷയുണ്ട്. വബീസൽ മസീർ, ആ മടക്ക സ്ഥലം വളരെ മോശം തന്നെ. ജഹന്നം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൊത്തം നരകമാണെങ്കിൽ സഹോദരങ്ങളെ,
അനുസരണക്കേട് കാണിച്ച എല്ലാവരും അതിൽ പെട്ടുപോയി. നരകത്തിന്റെ ഒന്നാമത്തെ തട്ടിലല്ലേ വിശ്വാസികളെ കൂട്ടത്തിൽ നിന്നുള്ള ദോഷികൾ പോയി കിടക്കുന്നത്? ജഹന്നമിന്റെ ഒന്നാമത്തെ തട്ടാണ്. തട്ടുകളെ എണ്ണുമ്പോൾ ഒന്നാമത്തെ തട്ടിന്റെ പേരാണ് ജഹന്നം എന്നത്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആ ജഹന്നമിന്റെ സ്വഭാവം എന്താണ്? ആ ജഹന്നമിന്റെ സ്വഭാവം വല്ലാത്ത കടുപ്പമേറിയ സ്വഭാവമാണ്. ഇദാ ഉൽഖൂ ഫീഹാ സമിഉ ലഹാ ശഹീഖൻ വഹിയ തഫൂർ. ജഹന്നമിലേക്ക് ജനങ്ങളെ വലിച്ചെറിയപ്പെടുമ്പോ, ഇദാ ഉൽഖൂ ഫീഹാ ജഹന്നമിലേക്ക് നരകത്തിലേക്ക് ആളുകളെ വലിച്ചെറിയപ്പെടുമ്പോ, വലിയ തീ കത്തിക്കുന്നിടത്തേക്ക് കണ്ടില്ലേ നിങ്ങള്? വിറകൊക്കെ ഒരു ഭാഗത്തുനിന്ന് അങ്ങോട്ട് വലിച്ചെറിയലാണ്, അടുത്തേക്ക് കൊണ്ടുപോയിടാൻ കഴിയൂലല്ലോ. തീ എത്രയും ഊക്കുകൂടിയതല്ലേ ജഹന്നമിന്റെ തീ. അതിന്റെ തീക്കണൽ ഒരിക്കലും ക്ഷമിക്കൂല. ജഹന്നമിന് അല്ലാഹു പാകപ്പെടുത്തി വെച്ചിരിക്കുന്നത് 3000 വർഷം കത്തിച്ച ശേഷമാണ്. ഇപ്പോഴുള്ള നരകം 3000 കൊല്ലം അല്ലാഹു കത്തിച്ച് ചൂടാക്കി വെച്ച നരകമാണ്. ജഹന്നം പടക്കപ്പെട്ടിട്ടുണ്ട്. ഇനി സൃഷ്ടിക്കാൻ പോകുന്ന സൃഷ്ടിയൊന്നുമല്ല. സ്വർഗവും അല്ലാഹു പടച്ചിട്ടുണ്ട്, നരകവും അല്ലാഹു പടച്ചിട്ടുണ്ട്. രണ്ടും സൃഷ്ടിച്ച് സംവിധാനിച്ചു കഴിഞ്ഞു. നന്ദി കെട്ട വർഗത്തിന് പോയി കിടക്കാനുള്ള ലോകമാണ് ജരകലോകം. അത് സാധാരണ ഒരു ലോകമല്ല. പോയി കിടക്കാൻ ഏറ്റവും ദുഷിച്ച ലോകമാണ്. ബിസൽ മസീർ, ചെന്നു ചേരുന്ന സ്ഥലം, മടക്ക സ്ഥലം വളരെ മോശം തന്നെ. ജഹന്നമിലേക്ക് അങ്ങോട്ട് വലിച്ചെറിയുമ്പോ ജഹന്നമിനൊരു സ്വരമുണ്ട്, ഒരു ശബ്ദമുണ്ട്. സുബ്ഹാനല്ലാഹ്, സഹിക്കാൻ പറ്റാത്ത ശബ്ദം. ഇദാ ഉൽഖൂ ഫീഹാ സമിഉ ലഹാ ശഹീഖൻ. നരകത്തിലേക്ക് അവരെ വലിച്ചെറിയപ്പെടുമ്പോ ആ നരകത്തിന് ആർത്തിരമ്പുന്നൊരു ശബ്ദം അവർ കേൾക്കും. ചെറിയ ശബ്ദമൊന്നുമല്ല, ആർത്തിരമ്പുന്ന ശബ്ദമാണ്. ഷഹീഖൻ, വല്ലാതെ പേടിപ്പെടുത്തുന്ന, കേട്ടാൽ തന്നെ മനുഷ്യന്റെ ശരീരം പേടിച്ച് വിറവിറക്കുന്ന ആർത്തിരമ്പുന്ന ശബ്ദം അങ്ങ് കേൾക്കും. ആ ശബ്ദം കേൾക്കുമ്പോഴേക്ക് തന്നെ ആളുകൾ പേടിച്ചു പോകും. വഹിയ തഫൂർ, നരകം തിളച്ചു മറിയുന്നു. ഉമ്മമാരെ, ചട്ടി അടുപ്പിന്റെ മുകളിൽ വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് തിളക്കുന്നത് കണ്ടിട്ടില്ലേ? ആ തിളക്കുന്നത് ശക്തമായാൽ തന്നെ ചെറിയ ഒരു കുറച്ച് കടുകെടുത്തിട്ട് ആ എണ്ണയിലേക്ക് ഇടുമ്പോൾ തന്നെ ഒന്ന് മാറി നിൽക്കാറില്ലേ? എത്ര ചെറിയ തീയാണ്, എത്ര ചെറിയ ചട്ടിയാണ്. എന്നിട്ടും അതിന്റെ പതക്കുന്ന സ്വഭാവം, അതിൽ നിന്നൊരു ചെറിയ നല്ലോണം തിളച്ചൊരു എണ്ണയുടെ ചെറിയൊരു തുള്ളി വന്ന് വീണാൽ സഹിക്കാവുന്നതിലും അപ്പുറമല്ലേ? നരകം തിളച്ചു മറിയുകയാണ്. വഹിയ തഫൂർ, അത് തിളച്ചു മറിയുന്നു. തകാദു തമയ്യസു മിനൽ ഗൈദ്, ദേഷ്യം കൊണ്ട് ആ നരകം അതാ വിണ്ടുകീറാൻ, വേർപിരിയാൻ അടുത്താകുന്നു. നരകം പൊട്ടിക്കീറുന്ന രൂപത്തിലൊരു സ്വഭാവം നരകം പ്രകടിപ്പിക്കുമോ? പ്രകടിപ്പിക്കും. നരകത്തെ കൊണ്ടുവന്ന് കെട്ടുന്ന സമയത്ത് തന്നെ അത് പ്രകടമാകും. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ കാണാം, തഅതി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നരകം വരും. തുഖാദു ഇലൽ മഹ്ശർ, മഹ്ശറിലേക്ക് ജനങ്ങളുടെ അടുത്തേക്ക് നരകത്തെ കെട്ടി വലിച്ചു കൊണ്ടുവരും. മലക്കുകളാണ് കൊണ്ടുവരുന്നത്. നരകത്തിന് 1000 കടിഞ്ഞാണുകളുണ്ട്. ഓരോ കടിഞ്ഞാണിന്റെ പിന്നിലും 70,000 മലക്കുകളുണ്ട്. സാധാ കടിഞ്ഞാണല്ല നരകത്തിന്റെ കടിഞ്ഞാൺ. പിടിച്ചു കെട്ടാൻ വേണ്ടിയാണ് നരകത്തെ വലിച്ചു കൊണ്ടുവരുന്നത്. അർശിന്റെ ഇടത്തെ ഭാഗത്ത് പിടിച്ചു കെട്ടാനാണ് നരകത്തിന്റെ കടിഞ്ഞാണ് പിടിച്ച് ശക്തന്മാരായ മലക്കുകൾ. മനുഷ്യന്മാരെ ആ ഡ്യൂട്ടി അല്ലാഹു ഏൽപ്പിച്ചിട്ടില്ല. മനുഷ്യന് മലക്കിന്റെ അത്ര ശക്തിയില്ല. മലക്കിന്റെ അത്ര ശക്തി, ആ ശക്തിന്റെ പകുതിന്റെ ശക്തി ഉണ്ടോ മനുഷ്യന്? നല്ല കനവും കട്ടിയുള്ള മലക്കുകൾ. ഒരൊറ്റ കടിഞ്ഞാണിന്റെ പിന്നിൽ 70,000 മലക്കുകളാണ്.
1000 കടിഞ്ഞാൺ, ഓരോ കടിഞ്ഞാണും 70,000 മലക്കുകൾ പിടിച്ചു വലിച്ച് കിട്ടാൻ വേണ്ടി കൊണ്ടുവരികയാണ്. ആ കൊണ്ടുവന്ന് വരുന്ന നേരത്ത് നരകം പറയും, ഇന്ന് ഞാൻ പ്രതിരോധിക്കും, ഇന്ന് ഞാൻ ശിക്ഷിക്കും. അള്ളാന്റെ ഭക്ഷണം കഴിച്ചിട്ട് മറ്റു പലതിനും വേണ്ടി ജീവിതം നീക്കിവെച്ചവർ, അള്ളാന്റെ അന്നം കഴിച്ചിട്ട് അല്ലാത്തവരെ ആരാധിച്ചവർ, അള്ളാഹുവിനെ അനുസരക്കേട് കാണിച്ചവർ, അവരെ ഇന്ന് ഞാൻ ശിക്ഷിക്കും, പിടിച്ചു ശിക്ഷിക്കും. സത്യം ചെയ്തുകൊണ്ട് നരകം തീർച്ചപ്പെടുത്തി പറയുകയാണ്. പക്ഷേ ആ നരകത്തോട് പ്രതികരിക്കാൻ കഴിയുന്ന ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ, അല്ലാഹുവിന്റെ റസൂല് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളല്ലാത്ത ആരും നരകത്തോട് മറുപടി പറയൂല. നമ്മളൊക്കെ അവിടെ ഉണ്ടാവും. ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും മലക്കുകളൊക്കെ ഉണ്ടാകും. നരകത്തങ്ങോട്ട് പിടിച്ചുകൊണ്ട് വന്ന് കെട്ടുന്ന നേരത്തെ എല്ലാവരും മുട്ടുകെട്ടി താഴെ ഇരിക്കും. എഴുന്നേറ്റ് നിൽക്കുന്ന ആർജവത്വത്തോടെ നിൽക്കുന്നത് ഒരേ ഒരാൾ മാത്രമാണ്, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം. ബാക്കി എല്ലാ മനുഷ്യരും, എല്ലാ മലക്കുകളും, എല്ലാ നബിമാരും താഴെ ഇരുന്നു പോയി. സഹോദരങ്ങളെ, സങ്കല്പിക്കാവുന്ന ഒരു ലോകമല്ല നരകലോകം എന്ന് പറഞ്ഞാൽ. അതിന്റെ യാഥാർത്ഥ്യം കേൾക്കുമ്പോൾ തന്നെ ഭയാനകമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഏറ്റവും അധികം നമ്മൾ കാവൽ ചോദിക്കുന്ന ഒരു വിഷയം, ഒരു ഗൗരവമായ വിഷയമുണ്ടെങ്കിൽ അത് നരകമാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഓരോ ദിവസം കൂട്ടി നോക്ക് നിങ്ങൾ, ഇത്രയധികം കാവൽ ചോദിക്കുന്ന ഒരു കാര്യം വേറെ ഉണ്ടാകൂല. നിസ്കാരത്തിലും നിസ്കാരത്തിന്റെ പുറത്തും എണ്ണം ഒന്ന് കൂട്ടി നോക്കിയാൽ എത്ര തവണയാണ് നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കുന്നത്. ഇപ്പൊ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് ചോദിച്ചില്ലേ 7 പ്രാവശ്യം, അല്ലാഹുമ്മ അജിർനി മിനന്നാർ. നാളത്തെ സുബ്ഹിക്ക് ശേഷം പിന്നെയും ചോദിക്കുന്നു, അല്ലാഹുമ്മ അജിർനി മിനന്നാർ. നരകം ഭയാനകമാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഓരോ നിസ്കാരത്തിലും കാവൽ ചോദിക്കുന്നു, മയ്യത്ത് നിസ്കരിക്കുമ്പോഴും കാവൽ ചോദിക്കുന്നു. ആ നരകം, അതിന്റെ ദേഷ്യം, അതിന്റെ കോപം, തകാദു തമയ്യസു മിനൽ ഗൈൽ. നരകത്തിന് വല്ലാത്ത ദേഷ്യമാണ്, വല്ലാത്ത ചൂടാണ്. ഒരു ചെറിയ കനിവ് പോലും നരകത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകൂല. ശിക്ഷിക്കുന്ന ശിക്ഷയിൽ ഒരു ചെറിയ ഇളവോ ഒന്നുണ്ടാകൂല. തീവ്രത കൂടുതലാണ് നരകത്തിന്, ദേഷ്യം കൂടുതലാണ്. ദേഷ്യം കൂടുതലായിട്ട് നരകം വിണ്ടുകീറുന്നു, പൊട്ടിക്കീറുന്നു. ഒന്ന് പൊട്ടിയാലോ എന്ന് നരകം നോക്കും. കെട്ടിയിടുന്ന സമയത്ത്, വന്നുകൊണ്ട് കെട്ടിയിടുന്ന സമയത്ത് നരകം ഒരു പ്രാവശ്യം ഒന്ന് അനങ്ങും, ഒന്നിങ്ങനെ കുലുങ്ങുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഏതെങ്കിലും ഒരു കടിഞ്ഞാൺ അറ്റുപോയാൽ ആ മഹ്ശറിന്റെ പ്രതലത്തിലുള്ള കോടിക്കണക്കിന് മനുഷ്യന്മാരെ മൊത്തം നരകം ചുട്ട് ചാമ്പലാക്കി കളയും. പക്ഷെ അത്രയും ഭദ്രമായിട്ടാണ് നരകത്തെ പിടിച്ച് കെട്ടിവെക്കുന്നത്. ആ നരകത്തിലേക്ക് മനുഷ്യന്മാരങ്ങോട്ട് വലിച്ചെറിയുന്ന സമയത്ത് കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ, സംഘങ്ങളായി ഓരോരുത്തരെ കൊണ്ടുപോയി വലിച്ചെറിയപ്പെടുമ്പോ സഅലഹും ഖസനതുഹാ, നരകത്തിന്റെ കാവൽക്കാർ ജനങ്ങളോട് ചോദിക്കും, ഓരോ വിഭാഗത്തോടും ചോദിക്കും, അലം യഅതികും നദീർ, മുന്നറിയിപ്പ് നൽകുന്ന ആള് നിങ്ങൾക്ക് വന്നിട്ടില്ലയോ? നരകം ഉണ്ടെന്നും നരകത്തിൽ പോകേണ്ടി വരുമെന്നും നല്ല നിലക്ക് ജീവിച്ചിട്ടില്ലെങ്കിൽ നരകത്തിൽ കഴിയേണ്ടി വരുമെന്നുമൊക്കെ മുന്നറിയിപ്പ് നൽകുന്ന ആളുകൾ വന്നിട്ടില്ലയോ? നബിമാരും പ്രബോധകന്മാരും വന്നിട്ടില്ലയോ? എന്താണ് നരകത്തിലേക്ക് പോകുന്ന ആളുകളെ മറുപടി? ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ. നരകത്തിലേക്ക് മലക്കുകൾ കൊണ്ടുപോയി വലിച്ചെറിയുന്ന ആളുകളോട് ബോധ്യപ്പെടുത്തിയിട്ടാണ് നരകത്തിലേക്ക് വലിച്ചെറിയുന്നത്. അല്ലാഹു തആലക്ക് നിർബന്ധമൊന്നുമില്ല, പക്ഷേ മനുഷ്യനോട് ബോധ്യപ്പെടുത്തുന്നു, മനുഷ്യ, ഞാൻ നിന്നെ ആക്രമിച്ചിട്ടില്ല, നീ അരുതായ്മകൾ ചെയ്തു, ചെയ്യരുതെന്ന ഉത്ബോധനം കിട്ടി, പക്ഷേ നിന്റെ ദേഹേച്ഛക്ക് നീ വഴിപ്പെട്ടു, നല്ലക്ക് വിശ്വസിക്കണമെന്ന്
പറഞ്ഞു, അടയാളങ്ങൾ ആകാശത്തിലും ഭൂമിയിലും പരക്കെ തന്നു. ഒന്നിലേക്കും കണ്ണു തുറച്ചിട്ടോ ബുദ്ധിപരമായിട്ടോ നോക്കാതെ ചിന്തിക്കാതെ താൻ തോന്നിയായി നീ എങ്ങനെ ജീവിച്ചു. ഒരുപാട് ഉത്ബോധനങ്ങൾ കിട്ടിയിട്ടുണ്ട്, ഒരുപാട് മുന്നറിയിപ്പുകൾ കിട്ടിയിട്ടുണ്ട്, സ്വന്തം ശരീരത്തിലും അല്ലാതെയും തന്നിട്ടുണ്ട്. എന്നിട്ട് നീ പഠിച്ചില്ലല്ലോ, മനസ്സിലാക്കിയില്ലല്ലോ. അലം യഅതികും നദീർ, ഒന്നും അറിയാതെ കൊണ്ടുവന്ന് നരകത്തിലിടുകയാണോ? മുന്നറിയിപ്പുകാര് വന്നിട്ടില്ലേ? പ്രബോധകന്മാര് വന്നിട്ടില്ലേ? ഖാലൂ ബലാ, നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന വിഭാഗം പറയും, അതെ, ഖദ് ജാഅനാ നദീർ, മുന്നറിയിപ്പുകാര് ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്, തീർച്ച, ഒരു സംശയവും ആ വിഷയത്തിലില്ല. ഫകദ്ദബ്നാ, ഞങ്ങൾ അതൊക്കെ പാടെ നിരസിച്ചു, ഞങ്ങൾ കളവാക്കി തള്ളി. അത്ര സ്ട്രോങ് ഒന്നും ഉണ്ടാകൂല, നരകത്തെ പറഞ്ഞിങ്ങോട്ട് പർവ്വതീകരിക്കാണ്, അങ്ങനെയൊന്നും ഉണ്ടാകൂല. അതിന് പറ്റുന്ന ഹദീസുകളൊക്കെ മുന്നോട്ട് വെച്ചതാണ്. ഒരിക്കലും അല്ല സഹോദരങ്ങളെ, ഈ ഹദീസൊക്കെ ആരാ പഠിപ്പിച്ചത്? ഒരിക്കലും പോലും സംശയത്തിന് വക നൽകുന്ന രൂപത്തിൽ പോലും ഒരു വാക്ക് കളവായി പറയാത്ത, പറഞ്ഞിട്ടില്ലാത്ത അസ്വാദിഖുൽ മസ്ദൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശദീകരണങ്ങളാ. നരകത്തെ പറ്റി പറഞ്ഞ വാർത്തകൾ മുഴുവനും തങ്ങളല്ലേ പഠിപ്പിച്ചത്. ആ നരകത്തെ യഥാവിധി കണ്ടിട്ടല്ലേ തങ്ങൾ വന്ന് റിപ്പോർട്ട് ചെയ്തത്. നരകവും കണ്ടിട്ടുണ്ട്, സ്വർഗവും കണ്ടിട്ടുണ്ട്, നരകത്തിന്റെ ശിക്ഷകളും കണ്ടിട്ടുണ്ട്, സ്വർഗത്തിന്റെ സുഖങ്ങളും കണ്ടിട്ടുണ്ട്. കണ്ട് അനുഭവിച്ച് നോക്കിയിട്ടല്ലേ വന്ന് തങ്ങൾ പറയുന്നത്. നരകത്തെ കാക്കുന്ന മലക്കിനെ കണ്ടപ്പോൾ വരെ പേടി തോന്നിപ്പോയി എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നരകത്തിനെ കാക്കുന്ന മലക്കിനെ കണ്ടപ്പോഴേക്കെന്നെ പേടി തോന്നിയെന്ന്. നരകം കാക്കുന്ന മലക്ക് മാലിക് അലൈഹിസ്സലാം. മാലിക് അലൈഹിസ്സലാമിന്റെ നൃത്തം കണ്ടിട്ട് ഹബീബായ തങ്ങൾ പേടിച്ചെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. ആ നരകത്തെ പിടിച്ചു കെട്ടാൻ വേണ്ടി കൊണ്ടുവരുമ്പോഴേക്ക് കോടിക്കണക്കിന് മനുഷ്യന്മാര്, അതിൽ ദുന്യാവിൽ ജീവിച്ചവരിൽ ആരൊക്കെ ഉണ്ട്? രാജാക്കന്മാര്, പ്രധാനമന്ത്രിമാര്, ലോകതലത്തിൽ ഒന്നാമത്തെ മെമ്പർഷിപ്പ് ഉള്ള ആള്, ഈ ലോകത്തില് ഒന്നാമത്തെ മെമ്പർഷിപ്പ് എനിക്ക്, രണ്ടാമത്തെ ഭാര്യക്ക, അങ്ങനൊക്കെ ജീവിച്ച ആൾക്കാരില്ലേ? പ്രഭുക്കളില്ലേ? പണക്കാരില്ലേ? കോടീശ്വരന്മാരില്ലേ? പലരുമില്ലേ? എല്ലാവരും താഴെ മുട്ടുകെട്ടിയിരുന്നു പോയി. നരകത്തിന്റെ ആ വരവ്, നരകത്തെ ആ മലക്കുകൾ ഇങ്ങനെ കൊണ്ടുവരുന്ന ഒരു രംഗം കണ്ടപ്പോഴേക്ക്, അപ്പൊ നരകം പറയുന്ന ആ വാക്കിന് ഒരാൾ മാത്രമേ മറുപടി പറയുള്ളൂ. നരകം പറഞ്ഞ വാക്കെന്താ? അന്തഖിമന്നൽ യൗമ മിമ്മൻ അകല റിസ്ഖല്ലാഹി വഅബദ ഗൈറഹു, അല്ലാഹുവിന്റെ അന്നം ഭക്ഷിച്ചിട്ട് അല്ലാഹു അല്ലാത്തവർക്ക് ആരാധിച്ച മുഴുവൻ ആളുകളെയും ഇന്ന് ഞാൻ പിടിച്ചു ശിക്ഷിക്കും. അല്ലാഹു പറഞ്ഞത് കേൾക്കാതെ നടന്ന ആളുകൾക്ക് മുഴുവനും കൊടുക്കും ശിക്ഷ. അത് നരകം ഇങ്ങനെ നല്ല ദേഷ്യത്തോടുകൂടെ നരകം അത് പറയുമ്പോ പ്രതികരിക്കാൻ കഴിവുള്ള ഒരാള് മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രല്ലേ, വേറെ ആരാ മറുപടി പറയുന്നത്? തങ്ങൾ നരകത്തോട് പറയുന്നു, നരകമേ, അല്ലാഹുമ്മ ഇന്നി അഊദു ബില്ലാഹി മിൻക, ഞാൻ അല്ലാഹുവിനോട് നിന്നിൽ നിന്ന് കാവൽ ചോദിക്കുന്നു. നരകം തിരിച്ചടുത്തൊരു ചോദ്യം, തങ്ങൾ എന്തിനാ കാവൽ ചോദിക്കുന്നത്? തങ്ങളെ ശരീരം ഒരിക്കലും എന്റെ അടുത്തേക്ക് വരുന്നതല്ലല്ലോ, എനിക്ക് അല്ലാഹു തങ്ങളെ ശരീരത്തെ ഹറാമാക്കിയിട്ടില്ലേ? അപ്പൊ മുത്തുനബി തങ്ങളെ മറുപടി എന്താണെന്നറിയോ? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ നല്ലോണം സ്നേഹിച്ചോളൂ, അല്ലാഹു നമുക്ക് കാവൽ തരട്ടെ. നല്ലോണം മഹബത്ത് വെച്ചോളൂ, നല്ലോണം സ്വലാത്ത് ചൊല്ലിക്കോളൂ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലി ഉമ്മത്തി, എന്റെ കാവലിന്റെ തേട്ടം എനിക്കല്ല, എന്റെ ഉമ്മത്തിന് വേണ്ടിയാ. ഞാൻ നിന്നിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിച്ചത് എനിക്ക് വേണ്ടിയല്ല, ഞാൻ നിന്റെ അടുത്തേക്ക് വരാൻ ആളല്ല, പക്ഷെ എന്റെ ഉമ്മത്തിന് വേണ്ടിയാണ് ഞാൻ കാവൽ ചോദിക്കുന്നത്. എന്റെ ഉമ്മത്തിൽപ്പെട്ട പലരും അതിൽ വിശ്വാസികൾ കടക്കുന്ന ഒരു സങ്കേതമാണ് ഒന്നാമത്തെ തട്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. സുഖമുള്ള ഏർപ്പാടല്ല സഹോദരങ്ങളെ. കോടിക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്ത് ഉദിക്കുന്ന സൂര്യൻ അസ്തമിച്ചിട്ട് മണിക്കൂറായി, ചൂട് ശമിച്ചിട്ടില്ല. ഇപ്പോഴുണ്ട് ഭൂമിയുടെ പ്രതലത്തിൽ അതിന്റെ ചൂടിന്റെ അംശങ്ങളും കിരണങ്ങളൊക്കെ. ഉദിച്ചൊരു നട്ടുച്ച സമയമാകുമ്പോഴേക്ക് നമ്മുടെ ശരീരത്തിന് എത്തുന്ന വിയർപ്പിന്റെ കണങ്ങൾ എത്രയാ? ഒന്ന് നടക്കാനും കടക്കാനും ഇരിക്കാനും സ്വസ്ഥമായി അധ്വാനിക്കാനും കഴിയുന്നുണ്ട് ചൂട് കൊണ്ട്. എത്ര കിലോമീറ്റർ അപ്പുറത്താ ഉദിക്കുന്നത്. ഈ ശരീരത്തെ ചെറിയൊരു ചൂട് സഹിക്കാൻ കഴിയാത്തവരല്ലേ നമ്മള്. നരകത്തിന്റെ വിഷയങ്ങൾ പറയുമ്പോ ആവർത്തിച്ച് നരകം വീണ്ടും ചോദിക്കൂലേ അല്ലാഹുവിനോട്, റബ്ബേ ഇനിയും എനിക്ക് തരാനുണ്ടോ?
ദോഷികളെ മുഴുവനും നരകത്തിലേക്ക് ഇട്ടിട്ട് അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഹലിം തലഅതി, നിറഞ്ഞോ നരകമേ, നിനക്ക് നിറഞ്ഞോ? നരകം ചോദിക്കുന്നത് ഹൽമിം മസീദ്, ഇനിയും തരാനുണ്ടോ? ഇനിയും കൂടുതലായി തരാനുണ്ടെങ്കിൽ താ റബ്ബേ. ആ നരകത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞ ഒറ്റ മെമ്പർമാരിൽ നമുക്ക് മെമ്പർഷിപ്പ് ഉണ്ടാകരുത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ചിലരെ പറ്റിയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തീർത്തു പറഞ്ഞിട്ടുണ്ട്. നഊദു ബില്ലാഹ്. സഹോദരന്മാരെ, സഹോദരിമാരെ, ആ നരകത്തിലേക്ക് പോകുന്ന ഒറ്റ അടയാളവും നമ്മുടെ ഈ ചുരുങ്ങിയ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ. ചുരുങ്ങിയ ആയുഷ്കാലം അല്ലാഹു തന്ന ആയുസ് അധ്വാനിച്ചുകൊണ്ട് നന്ദിയോടെ ജീവിച്ച് നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത് സ്വർഗത്തിലെത്തണം. അല്ലാഹു നമുക്കതിന് ഭാഗ്യം നൽകുമാറാകട്ടെ. നരകക്കാരിൽ ഒരൊറ്റ വിഭാഗത്തിനും അല്ലാഹു നമ്മളെ പെടുത്താതിരിക്കട്ടെ. നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നവരൊക്കെ എത്രമാത്രം ഗൗരവതരമുള്ളതാണ്. നരകത്തിനെ പിടിച്ചുകൊണ്ടുവന്ന് കെട്ടുന്ന നേരത്ത് മനുഷ്യന്മാരൊക്കെ പേടിച്ചെങ്കിൽ നരകത്തെ കാണിച്ച് റെഡിയായിട്ട് ലൈവായിട്ട് കാണിച്ചിട്ട് മാലിക് അലൈഹിസ്സലാമിന്റെ നൃത്തം കണ്ടിട്ട് ഒരു സമയം പേടിച്ചു നിന്നുപോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, അല്ല ജിബ്രീൽ, ഈ നിൽക്കുന്നത് ആരാണ്? ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, നബിയെ തങ്ങൾ സലാം പറഞ്ഞോ? ഞാൻ സലാം പറഞ്ഞു. സലാം മടക്കിയോ? സലാം മടക്കി. തങ്ങളൊന്ന് ചിരിച്ചോ? ആരോടും പുഞ്ചിരിയോടെ നോക്കുന്ന സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനൊന്ന് ചിരിച്ചു, പക്ഷേ തിരിച്ചെനിക്ക് ചിരി കിട്ടിയില്ല. തങ്ങളോട് ചിരിച്ചില്ലെങ്കിൽ ലാ യൽഹഖു ഇലാ അഹദിൻ അബദാ, ഇനി ലോകത്തൊരാടോടും ഒരു കാലത്തും ചിരിക്കൂല. തങ്ങളോട് എന്തെങ്കിലും വിരോധമുണ്ടായിട്ടല്ല നബിയെ ചിരിക്കാത്തത്. കാവൽ നിൽക്കുന്നത് നരകത്തിനായതുകൊണ്ടാണ്. ചിരി അറിയൂല. കാവൽ നിൽക്കുന്നത് നരകത്തിനല്ലയോ? ഇവിടെ തന്നെ ഒരു 50 കോടിയുടെ കച്ചവട സ്ഥാപനത്തിന് കാവൽ നിൽക്കുന്ന ആൾക്ക് എവിടുന്നെങ്കിലും ഒരു ശബ്ദം കേട്ടാൽ എന്തൊരു ദേഷ്യമാണ്, എന്തൊരു ഈർഷ്യതയാണ്. ആരെങ്കിലും തസ്കരന്മാര് വന്നാൽ എന്തൊരു രോഷത്തോടെയാണ് അയാൾ നോക്കുന്നത്. കോടിക്കണക്കിന് ആളുകളെ കൊണ്ടുപോയി വലിച്ചെറിയാനുള്ള നരകലോകം. ആ ലോകത്തിന് കാവൽ നിൽക്കുന്ന മാലിക്കിന് ഒരു ദാക്ഷിണ്യവും ഒരു ദയവും ഉണ്ടാകൂല. മാലിക് അലൈഹിസ്സലാമിന്റെ നൃത്തം കണ്ട് പേടിച്ചു പോയെങ്കിൽ സഹോദരങ്ങളെ, ആ നരകം ആളുകളുടെ ഇടയിലേക്ക് നരകത്തെ കൊണ്ടുവന്ന് കെട്ടിയിട്ട് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോ ബോധ്യപ്പെടുത്തുന്ന ശബ്ദമാണ് ഖാലൂ അലം യഅതികും നദീർ. കാവൽക്കാര് ചോദിക്കുന്നത്, നരകം കാക്കുന്ന മലക്കുകൾ ചോദിക്കുന്നത്, ശരിയല്ലയോ, നിങ്ങളുടെ ജീവിതത്തിൽ കൃത്യമായി നന്നായി ജീവിക്കാൻ അവസരങ്ങൾ കിട്ടിയിട്ടില്ലേ? മുന്നറിയിപ്പുകാര് വന്നിട്ടില്ലേ? ഉത്ബോധനങ്ങൾ കിട്ടിയിട്ടില്ലേ? ഉണ്ട്. പക്ഷേ ഫകദ്ദബ്നാ, ഞങ്ങളത് നിരാകരിച്ചു, ഞങ്ങൾ തള്ളിക്കളഞ്ഞു, ഞങ്ങൾ കളവാക്കി പോയി. വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ഷൈ, ഞങ്ങൾ പറഞ്ഞു പോയി അല്ലാഹു അങ്ങനെയൊന്നും ഇറക്കിയിട്ടില്ല, അതൊക്കെ ഇവരുടെ വകയാണ്. സ്ട്രോങ് കൂട്ടി പറയുകയാണ്, ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ. ഞങ്ങളെ ഉത്ബോധിപ്പിച്ചവരോട് ഞങ്ങൾ പറഞ്ഞിരുന്നു, നിങ്ങളാണിപ്പോ സത്യത്തിൽ നിന്ന് വിദൂരത്തുള്ളത്. ളലാലിൻ കബീർ, നിങ്ങൾ വല്ലാതെ വഴി പിഴച്ചു പോയിട്ടുണ്ട് എന്ന് ഞങ്ങളെ ഉത്ബോധിപ്പിച്ച ആളുകളോട് ഞങ്ങൾ പറഞ്ഞിരുന്നു. അതേ സമയത്ത് വഖാലൂ ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ. ആ നരകത്തിലേക്ക് പോകുന്ന ആളുകൾ പറയും, ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു, ഉപദേശങ്ങൾ നമ്മൾ നന്നായി ശ്രവിച്ചിരുന്നുവെങ്കിൽ, ഔ നഅഖിലു, അത് ബുദ്ധിയോടെ ചിന്തിച്ച് ജീവിതത്തിൽ ഉൾക്കൊണ്ടിരുന്നുവെങ്കിൽ, മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ, നരകക്കാരുടെ കൂട്ടത്തിൽ നമ്മൾ ചേരൂലായിരുന്നല്ലോ. നമുക്ക് സ്വർഗത്തിൽ പോകുന്നവരോടൊപ്പം പോകാമായിരുന്നു. പറഞ്ഞത് നമ്മൾ കേട്ടില്ല, നമ്മൾ സ്വീകരിച്ചില്ല. നമ്മൾ ഇങ്ങനെ വിശ്വാസങ്ങളും കർമ്മങ്ങളും നന്നാക്കാതെ ജീവിച്ചു പോയി. ഫഅതറഫൂ ബിദംബിഹിം, അല്ലാഹു പറഞ്ഞത് കണ്ടോ, കുറ്റ
കുറ്റസമ്മതം നടത്തിപ്പോയി. നരകത്തിൽ പോകുന്നവര് അവരവർ ചെയ്ത പാപങ്ങളും കുറ്റങ്ങളും സമ്മതിച്ചു. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ മലക്കുകളെ ഭാഗത്തു നിന്നൊരു പ്രാർത്ഥന, സുഹഖൻ ദൂരം തന്നെ, വിദൂരം തന്നെ, ലിഅസ്ഹാബി സഈർ നരകത്തിൽ പോയി കിടക്കുന്ന ആളുകൾക്ക് വിദൂരം തന്നെ. അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അവര് വളരെ വിദൂരത്തിലാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നരകത്തിന്റെ ഒരു ചെറിയ ചിത്രം തബാറക സൂറത്തിലൂടെ അല്ലാഹു തആല പഠിപ്പിച്ചതാണ്. നരകത്തിൽ പോകുന്ന ഒരു മെമ്പർമാരും നമ്മൾ ഒരിക്കലും പെടാൻ പാടില്ല. നല്ലോണം ശ്രദ്ധിച്ച് സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം. നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നന്നാകണം. ചെയ്യാൻ പറ്റുന്ന സുഹൃതങ്ങളൊക്കെ ദുനിയാവിൽ ചെയ്യണം. അള്ളാഹു തന്ന കുറഞ്ഞ ആയുസ്സിൽ ഒരുപാട് കർമ്മങ്ങൾ ചെയ്തു എന്ന് ജനങ്ങൾ പറയാനല്ല, അള്ളാഹുവിന്റെ അടുക്കലെത്തിയിട്ട് കണ്ടിട്ട് സന്തോഷിക്കാനാണ്. നല്ല അമലുകളായിട്ട് ഏതെല്ലാം നമ്മുടെ ദീന് നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ടോ അതിലൊക്കെ നമുക്ക് സന്തോഷത്തോടെ മെമ്പർഷിപ്പ് വേണം. നമുക്ക് അതിലൊക്കെ ഭാഗവാക്കാകാൻ കഴിയണം. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ മജ്‌ലിസ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ.